നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് സജീവമായ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം ഒന്ന് തലക്കെട്ടുകൾ നോക്കി വരാം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. ഇറാൻ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രായേൽ. ആക്രമണം രൂക്ഷമാക്കി ഇറാനും. ജോർദാൻ ആകാശം വഴി ചീറിപ്പാഞ്ഞ ഡ്രോണുകൾ. നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമെന്ന് ഐക്യരാഷ്ട്രസഭ. അഹമ്മദാബാദ് ദുരന്തത്തിൽ നടുക്കം വിട്ടുമാറാതെ രാജ്യം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പരിശോധന തുടരും. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ പെയ്തേക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 9 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. തീരവാസികൾ ദുരിതത്തിൽ. അറബിക്കടലിൽ കത്തിയ കപ്പൽ നിയന്ത്രണത്തിലാക്കി നാവികസേന. ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ടുപോകും. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കപ്പൽ അപകടത്തിനു പിന്നാലെ എണ്ണ വ്യാപിക്കാൻ സാധ്യത. ക്രിക്കറ്റിൽ ആദ്യ ലോക കിരീടത്തിനരികെ ദക്ഷിണാഫ്രിക്ക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ വിജയം 69 റൺസ് മാത്രം അകലെ. സെഞ്ചുറി പിന്നിട്ട് മർക്രം ക്രീസിൽ. നമ്മൾ ആദ്യം പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് പോകുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. ടെലവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായാണ് വിവരം. ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇന്നലെ തന്നെ ഇസ്രായേൽ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ നടന്ന UN സുരക്ഷാ കൌൺസിൽ യോഗം ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. മേഖലയിലെ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമെന്നും UN സെക്യൂരിറ്റി കൌൺസിൽ വിലയിരുത്തി. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യമാണ്, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ്. എന്തായാലും ഇതിലിനി നയതന്ത്ര ഇടപെടലുകൾ വേണം ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഏതു രീതിയിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിശക്തമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിതീവ്രമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നെല്ലാം തന്നെ അല്ലെങ്കിൽ പുറത്തു വരുന്ന ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് അതിശക്തമായ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, അതായത് ആണവായുധങ്ങൾ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആണവായുധങ്ങൾ തയ്യാറാക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് 9 ആണവ ബോംബുകൾ പൂർണ്ണമായും സജ്ജമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഈ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവ ശേഷി ഇറാൻ കൈവരിച്ചിരിക്കുന്നു, ആണവ ആയുധ ശേഷി തന്നെ കൈവരിച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ വ്യക്തമാക്കിയത്, അതായത് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ആ കടുത്ത നടപടിയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ച് വലിയ തോതിൽ ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ സേനാ വക്താവും പ്രധാനമന്ത്രിയും എല്ലാവരും തന്നെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിക്കുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ഇറാൻ UN സെക്യൂരിറ്റി കൌൺസിലിനെ സമീപിക്കുകയും ചെയ്തത്. UN സെക്യൂരിറ്റി കൌൺസിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ നയതന്ത്ര തലത്തിൽ ഈ വിഷയം പരിഹരിക്കുകയും പശ്ചിമേഷ്യയിലെ സുരക്ഷ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ പരിഹരിച്ച് സമാധാനം നിലനിർത്തുകയും വേണമെന്ന ഒരു നിലപാടാണ് അംഗരാജ്യങ്ങൾ 15ഓളം അംഗരാജ്യങ്ങൾ 5 തെരഞ്ഞെടുക്കപ്പെട്ട 5 സ്ഥിരാംഗങ്ങളും 10 തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും ഉൾപ്പെടുന്ന 15 അംഗരാജ്യങ്ങളും ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഈ നിലപാടിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതായത് നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നൊരു നിലപാടാണ് UN സെക്യൂരിറ്റി കൌൺസിൽ ഈ വിഷയത്തിൽ ഇന്നലെ നടന്ന യോഗത്തിൽ തന്നെ തീരുമാനിച്ചത്. എങ്കിൽ കൂടി UN സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിന് ശേഷം വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടായത്. ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തുകയും ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തുകയും നിരവധി മിസൈലുകൾ വർഷിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതിനിടെ ശക്തമായി തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനുമുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. 2 ഡ്രോണുകൾ, അതായത് ഇസ്രായേലിനെതിരെ വന്ന 2 ഡ്രോണുകൾ ഉടൻ തന്നെ തകർത്തതായും ഇസ്രായേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ഒരു സമാധാന അന്തരീക്ഷം വൈകാതെ തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എണ്ണ വിലയിലും അതുപോലെ തന്നെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ
ഇന്ധനങ്ങളുടെ വിലയിലും സമുദ്ര ഗതാഗതത്തിലും എല്ലാം തന്നെ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ വെല്ലുവിളികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതെ, അതോടൊപ്പം ഐസൺ നമുക്കറിയാം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അതെന്താണ് എന്നുള്ളത് ഇസ്രായേൽ വ്യക്തമാക്കിയതുമാണ്. ആണവായുധ കേന്ദ്രങ്ങളാണ് തങ്ങൾ ആക്രമിച്ചത്. അതുമാത്രമല്ല, ഇറാൻ ഒരു വലിയ ആണവ ഭീഷണിയായി ലോകത്തിന് തന്നെ മാറുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് മാറിയത് എന്നുള്ളതും ഇസ്രായേൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ തിരിച്ചടി ഇറാനും ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ, പ്രത്യേകിച്ച് നയതന്ത്ര ഇടപെടൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഈ ഒരു സംഘർഷ സാഹചര്യം പരിഹരിക്കാതെ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇരു രാജ്യങ്ങളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്കും ഒക്കെയല്ലേ കടക്കാൻ പോകുന്നത്? തീർച്ചയായും രോഹിണി, വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വൻതോതിലുള്ള ആൾനാശവും സ്വത്തുക്കളുടെ നാശവും എല്ലാം തന്നെ ഉണ്ടാകുമെന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ 78 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുമായി അംഗീകരിക്കുന്ന ഒരു കണക്കുകൾ തന്നെയാണത്. മാത്രമല്ല 400ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി തന്നെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ആക്രമണത്തിൽ മരണസംഖ്യ പോലും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം എന്നതുകൊണ്ട് തന്നെ ഈ ആണവായുധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ ഒരു ആണവ ഭീഷണി സ്വാഭാവികമായും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതായത് ആണവായുധങ്ങൾ സ്വമേധയാ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ആണവ ശേഖരങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അത് ബാധിക്കും. വളരെ ചെറിയ ടെറിട്ടറിയുള്ള രാജ്യമായതുകൊണ്ട് തന്നെ വൻതോതിൽ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള കരുതൽ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ആണവ യുദ്ധത്തിനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന നിലപാട് കൃത്യമായി ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അമേരിക്ക കൃത്യമായി ഇടപെടൽ നടത്തുകയും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുള്ള പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തുകയും 6ാം തവണ ചർച്ച നടത്താനിരിക്കെ, അതായത് 1-2 ദിവസങ്ങൾക്കകം 6ാം തവണ ചർച്ച നടത്താനിരിക്കെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നത് ഏറെ ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനിയും രൂക്ഷമായി ഉണ്ടാവുകയാണെങ്കിൽ മേഖലയിൽ വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങും. ഇറാൻ എന്ന രാജ്യം മാത്രമായുള്ള ഒരു തിരിച്ചടിയായിരിക്കില്ല, മറിച്ച് ഇറാൻ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇറാൻ സൗകര്യങ്ങൾ ചെയ്തു നൽകുന്ന ഭീകര സംഘടനകളായിരിക്കും അതിനേക്കാൾ വലിയ വെല്ലുവിളി ഉയർത്തുക എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ മേധാവിയെ ഇന്നലെ കൊലപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ആണവ സംവിധാനങ്ങളുടെ മേധാവി, സംയുക്ത സൈനിക മേധാവി എന്നിവരെയെല്ലാം തന്നെ ഇന്നലെ ഇസ്രായേൽ ഇറാന്റെ മേധാവികളെയെല്ലാം തന്നെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാൻ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ മേലധികാരിയെ കൊല്ലുന്ന അല്ലെങ്കിൽ അതിന്റെ പരമാധികാരിയെ കൊല്ലുന്നൊരു നീക്കം ഒരു മേധാവിയെ കൊല്ലുന്നൊരു നടപടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഹൂതി ഭീകരരും അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഹമാസ്, നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഒക്കെ ഇറാഖിൽ വളരെ ശക്തമായ സംവിധാനങ്ങളായി തുടരുന്നതാണ്. ഗോലാൻ കുന്നുകളിലൊക്കെ വലിയ തോതിലുള്ള ശക്തിയുള്ള സംവിധാനമാണ് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക സേനാ വിന്യാസം എല്ലാം തന്നെ ഇസ്രായേൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെ പ്രതിരോധിക്കുന്നതിന്, ഗോലാൻ കുന്നുകളുടെ മേഖലയിൽ പ്രതിരോധം ഉറപ്പാക്കുന്നതിന് ഇസ്രായേൽ സേന ശക്തമായ ചില സംവിധാനങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് വലിയ ആഘാതങ്ങളിൽ ചെന്ന് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഐസൺ, നമുക്കറിയാം ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം മറ്റ് ലോകരാഷ്ട്രങ്ങളെ കൂടി വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എണ്ണവില ക്രമാതീതമായി ഉയരുന്നു, സ്വർണ്ണവില ഉയരുന്നു. അതോടൊപ്പം ഈ വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് വ്യോമഗതാഗതം മാറ്റി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഇതൊരു വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ലേ? ഇന്നലെ തന്നെ നിരവധി വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ട ഒരു സാഹചര്യം, അതായത് ഇറാന്റെ വ്യോമപാത അടക്കലും അത് അൺസേഫായ വ്യോമപാതയാണ് എന്ന ബോധ്യം വന്നതിനെ തുടർന്ന് പറന്നുയർന്ന വിമാനങ്ങൾ അല്ലെങ്കിൽ കുറേയൊക്കെ സഞ്ചരിച്ച വിമാനങ്ങൾ തന്നെ, വിമാനത്താവളങ്ങളിൽ നിന്ന് കുറേയൊക്കെ സഞ്ചരിച്ച വിമാനങ്ങൾ തന്നെ തിരിച്ചിറക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അന്താരാഷ്ട്ര ഏവിയേഷൻ സംവിധാനങ്ങളെ വളരെ പ്രതികൂലമായി ഇത് ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 15ഓളം വിമാനങ്ങളാണ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ തിരിച്ചിറക്കുകയോ യാത്രകൾ മുടങ്ങുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇന്നലെ മാത്രം അത്രയും വിമാനങ്ങൾ പലതരത്തിലും യാത്രകൾ മുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പല വിമാന കമ്പനികളും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുള്ള ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാനങ്ങൾ റദ്ദാക്കിയതിന്റെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റ് വിമാനങ്ങൾ റദ്ദാക്കുന്നത്, അതായത് പലയിടങ്ങളിൽ നിന്നുള്ള വലിയ സർവീസുകളൊക്കെ ഉണ്ട്, ആ സർവീസുകളൊക്കെ റദ്ദാക്കിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രശ്നം അത് അന്താരാഷ്ട്ര വ്യോമ മേഖലയെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.
പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കടുത്ത സാഹചര്യത്തിൽ ജോർദാൻ ആകാശത്തും മിസൈലുകളും ഡ്രോണുകളും. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ജോർദാൻ തലസ്ഥാനത്തും വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങി. ജനങ്ങളോട് വീട്ടിൽ തന്നെ തുടരാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ച ഡ്രോണുകളും മിസൈലുകളും തടഞ്ഞതായി ജോർദാൻ സൈന്യം പറഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. അഴീക്കൽ കപ്പൽ അപകടത്തെ തുടർന്ന് കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കൊച്ചി, തൃശൂർ തീരങ്ങളിൽ എണ്ണ വ്യാപിക്കാൻ സാധ്യത. അത് മുൻനിർത്തിയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരുന്നതിന് കാരണമാകുന്നു. കപ്പലിലെ കണ്ടെയ്നറുകളിൽ 4 വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരാൻ കാരണമായി. മെയ് ജൂൺ മാസങ്ങളിൽ കടലിന്റെ ഒഴുക്ക് തെക്ക് ഭാഗത്തേക്കായതിനാൽ കണ്ണൂർ തീരത്തേക്ക് എണ്ണയും അവശിഷ്ടങ്ങളും ഒഴുകിയെത്താനുള്ള സാധ്യത കുറവാണ്. ഈ സാഹചര്യത്തിൽ കൊച്ചി, തൃശൂർ തീരങ്ങളിലേക്കാകും മാലിന്യങ്ങൾ ഒഴുകിയെത്തുക. കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ കടലിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയ്ക്കായി വെള്ളം പലതവണ ശേഖരിച്ചിരുന്നു. 50ലധികം കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും രാസവസ്തുക്കളും കടലിലെ മത്സ്യങ്ങളുടെ ജനിതക ഘടന മാറ്റാൻ പോലും ശേഷിയുള്ള പദാർത്ഥങ്ങളുമാണ്. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. MSC എൽസ കപ്പൽ മുങ്ങിയത് സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും സിംഗപ്പൂർ കപ്പൽ കത്തിയത് തീരത്തിന് ആശങ്കയാണ്. ജനം, തിരുവനന്തപുരം. അറബിക്കടലിൽ കത്തിയമർന്ന വാൻഹായ് 503 കപ്പൽ നിയന്ത്രണത്തിലാക്കി നാവികസേന. വാൻഹായ് 503നെ കോസ്റ്റ് ഗാർഡ് കപ്പലുമായി ബന്ധിപ്പിച്ചു. നാവികസേന ഹെലികോപ്റ്ററിലൂടെ ഇറങ്ങിയാണ് കപ്പലിനെ ബന്ധിപ്പിച്ചത്. തീരത്തുനിന്ന് ഉൾക്കടലിലേക്ക് കപ്പൽ വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുപക്ഷെ ഒരു മലിനീകരണം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിയന്ത്രണ വിധേയമാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും അത് ഉടനടി തന്നെ സാധിച്ചു എന്നുള്ളതും നാവികസേനയുടെ ഭാഗത്തു നിന്ന് ദ്രുതഗതിയിലുള്ളൊരു നടപടി തന്നെയായിരുന്നു. ഇനി അതിനെ ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ഒരു തുടർ നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എണ്ണ വ്യാപനം അടക്കമുള്ള ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള മാർഗങ്ങളിലേക്ക് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി കടക്കുമോ എന്നുള്ളത് ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ്. അറബിക്കടലിൽ കത്തിയമർന്ന വാൻഹായ് 503 കപ്പൽ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് നാവികസേന. വാൻഹായ് 503 കോസ്റ്റ് ഗാർഡ് കപ്പലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. നാവികസേന ഹെലികോപ്റ്ററിലൂടെ ഇറങ്ങിയാണ് കപ്പലിനെ ഇത്തരത്തിൽ ബന്ധിപ്പിച്ചത്. തീരത്ത് നിന്ന് ഉൾക്കടലിലേക്ക് കപ്പൽ വലിച്ചുകൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, പറയൂ. രോഹിണി, ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. 5 ദിവസത്തെ ദൗത്യത്തിന് ശേഷമാണ് ഈ വാൻഹായ് 503 നിയന്ത്രണത്തിലായി എന്നൊരു ആശ്വാസ വാർത്ത തീരദേശവാസികൾക്ക് അതോടൊപ്പം തന്നെ എല്ലാവർക്കും എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ നാവികസേന ഹെലികോപ്റ്ററിലൂടെ ആളുകൾ കപ്പലിൽ ഇറങ്ങി കപ്പലിനെ ബന്ധിപ്പിക്കുകയായിരുന്നു. കോസ്റ്റ് ഗാർഡാണ് ഈ കപ്പലിനെ ബന്ധിപ്പിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീരത്ത് നിന്ന് ഉൾക്കടലിലേക്ക് ഈ കപ്പലിനെ വലിച്ചു കൊണ്ടുപോകും എന്നൊരു വാർത്തയാണ്, എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവരുടെ അപ്ഡേഷനിലൊക്കെ തന്നെയും അവർ സൂചിപ്പിച്ചിട്ടുള്ളത്, അതായത് പ്രതികൂല കാലാവസ്ഥയും കടുത്ത തീയും ഒക്കെ തന്നെയും അതിനെയൊക്കെ തന്നെയും മാറ്റി നിർത്തിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് തന്നെയാണ്. എന്തായാലും വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. 5 ദിവസമായി ആ തീ അണയ്ക്കാനൊന്നും ആദ്യഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ജനിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ തീരദേശത്ത് അടിയും എന്നതും അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നതും ഒക്കെ തന്നെയും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഭ്രാന്തി തന്നെയാണ് രോഹിണി ഉയർത്തിയത്. എന്തായാലും കപ്പലിന്റെ മുൻഭാഗത്ത് തീ അണച്ചു എന്നൊരു വാർത്തയും ശുഭസൂചകരമായ ഒരു വാർത്തയും അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ കപ്പലിൽ നിന്നും കാണാതായ 4 പേർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും
തുടരുകയാണ്. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത് എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായത്. എന്തായാലും ഈ കപ്പലിനെ ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ട് പോകും എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. രോഹിണി, കൃഷ്ണ, അതോടൊപ്പം ഈ ഉൾക്കടലിലേക്ക് കപ്പൽ വലിച്ചുകൊണ്ട് പോകുമ്പോൾ മലിനീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണോ നിലവിലുള്ളത്? ഈ എണ്ണച്ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ പടരുന്നത് എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് ഇപ്പോൾ നിലവിൽ അധികൃതർ വ്യക്തമാക്കുന്നത്? തീർച്ചയായും രോഹിണി, വലിയൊരു വാർത്താക്കുറിപ്പിലൂടെ തന്നെയാണ് ഈ നാവികസേന ഉൾപ്പെടെയുള്ളവർ ഈ ആശ്വാസകരമായ വാർത്ത പുറത്തുവിട്ടത് എന്ന് തന്നെയാണ്. മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കാം എന്നൊരു കാര്യം തന്നെയാണ് ഇവർ ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൽ എന്താണുള്ളത് എന്നതൊക്കെ സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവരണം പുറത്തു വന്നിരുന്നു. അത് എത്രത്തോളം ഈ തീരത്തോട് അടുക്കുമ്പോൾ അത് എത്രത്തോളം വലിയ വൃക്ഷമായി മാറും എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രോഹിണി. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ തീരദേശ മേഖലയിലെ ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു കാര്യവും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. 5 ദിവസം പിന്നിട്ടതിനു ശേഷമാണ് ഇത്തരത്തിൽ കപ്പലിന് മുൻഭാഗത്തേക്ക് ഈ നിയന്ത്രണം വിധേയമാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഈ നാവികസേനാംഗങ്ങൾക്ക് കപ്പലിലേക്ക് ഇറങ്ങാൻ സാധിച്ചത് എന്നത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഈ തീരത്ത് നിന്ന് അല്ലെങ്കിൽ തീരദേശവാസികൾക്ക് അതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. രോഹിണി, ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ്. 200-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിക്കുന്നതിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളുമായി. ജിഷ്ണു, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി DNA സാമ്പിളുകൾ ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ DNA സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കുന്നതിനായി ഏകദേശം 72 മണിക്കൂറോളം വേണ്ടിവരും എന്നും ചില വിദഗ്ധ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കാലതാമസം നേരിടുന്നൊരു കാര്യം നമ്മുടെ മലയാളിയായ രഞ്ജിതയെ സംബന്ധിച്ച്, രഞ്ജിതയുടെ സഹോദരൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസത്തിലധികം അവിടെ തങ്ങേണ്ടി വരുമോ എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, രഞ്ജിതയുടെ സഹോദരൻ ഇവിടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 6:50 കൂടിയാണ് കേരളത്തിൽ നിന്ന് രഞ്ജിതയുടെ സഹോദരൻ ഇവിടെ അഹമ്മദാബാദിൽ എത്തിയിട്ടുള്ളത്. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ DNA സാമ്പിൾ ശേഖരിച്ച് അതിൻ്റെ പരിശോധന പൂർത്തിയാക്കുന്നതിന് സമയം എടുക്കും. ഏകദേശം 72 മണിക്കൂറിലധികം പരിശോധനാ ഫലം ലഭിക്കുന്നതിന് ഉണ്ടാകും എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിലവിൽ ഈ സിവിൽ ആശുപത്രിയിലേക്ക് എത്തി അത്തരം നടപടികൾ പൂർത്തിയാക്കി ആ പരിശോധനാ ഫലം ലഭിച്ച് അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. അതിനൊരു കാലതാമസം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് ഈ അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്, അതിന് ബന്ധുക്കൾക്ക് വിട്ട് നൽകുന്നതിന് കൃത്യമായിട്ടുള്ള പ്രൊസീഡിങ്സ് അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് വേണം അത്തരം നടപടികൾ സ്വീകരിക്കാൻ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മരിച്ചവരുടെ എല്ലാം തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 214-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പരിശോധന നടപടികൾ പുരോഗമിക്കുകയാണ്. ഓരോ സാമ്പിളും പരിശോധിച്ച് അതിൻ്റെ ഫലം ലഭിക്കുന്നതിന് ഏകദേശം 72 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു 2-3 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന നടപടികളായിരിക്കും ഈ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് മൃതദേഹം വിട്ടു നൽകുന്നതിലുമെല്ലാം തന്നെ ഉണ്ടാവുക. അത്തരത്തിലാണ് ആശുപത്രിയിലെ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള മലയാളി സമാജത്തിൻ്റെ ആളുകളും ഒപ്പം ഉദ്യോഗസ്ഥരും നേരത്തെ തന്നെ ആശുപത്രിയിലെത്തി ആ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരെ സിവിൽ ആശുപത്രിയിലേക്കാണ് ഈ രഞ്ജിതയുടെ സഹോദരൻ പോകുന്നത്. അവിടെ നടപടികൾ
ഉണ്ട്. അതായത് DNA സാമ്പിൾ നൽകേണ്ടതുണ്ട്, DNA പരിശോധനയ്ക്കായി സാമ്പിൾ നൽകേണ്ടതുണ്ട്. കൂടാതെ മറ്റ് നടപടികളും പൂർത്തിയാക്കി ഏതായാലും 2 ദിവസം ഈ മൃതദേഹം വിട്ടുകിട്ടാൻ എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ കാര്യം പരിശോധിക്കുമ്പോൾ 60-ലധികം ആളുകളാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ 20-ലധികം പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് വിമാനത്തിൻ്റെയും ഒപ്പം മറ്റ് കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടികൾ തുടരുകയാണ്. രോഹിണി. ജിഷ്ണു, നേരത്തെ തന്നെ ജിഷ്ണുവിനോട് കേരള സമാജം മലയാളി അസോസിയേഷൻ പ്രതികരിക്കുകയുണ്ടായി. രഞ്ജിതയുടെ സഹോദരന് വേണ്ടുന്ന എല്ലാ സഹായ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കും എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് എന്നും അതിൻ്റെ പ്രസിഡന്റ്, സമാജത്തിൻ്റെ പ്രസിഡന്റ് ജിഷ്ണുവിനോട് നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വ്യക്തമാക്കുകയുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുള്ള സഹോദരൻ അവിടെ ഒരു ദിവസത്തോളം തങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ടോ? നാട്ടിലേക്ക് എത്തുമ്പോൾ, നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും ധാരണ മലയാളി അസോസിയേഷൻ പങ്കുവയ്ക്കുകയുണ്ടായോ? രോഹിണി, രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സാമ്പിൾ പരിശോധനയ്ക്കായാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത്. ആ സാമ്പിൾ നൽകിയതിൻ്റെ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് തന്നെ സാധാരണഗതിയിൽ 72 മണിക്കൂറിലധികം സമയമെടുക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. ബാക്കി ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹം വിട്ടു നൽകുക. അതുകൊണ്ട് ഒരു ദിവസം എന്നുള്ളതല്ല, നമുക്ക് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോഴും മനസ്സിലാക്കുന്നത് ഏകദേശം 2 അല്ലെങ്കിൽ അതിലധികമോ ദിവസം ഈ മൃതദേഹം കിട്ടുന്നതിനെടുക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നടപടികൾ വേഗത്തിലാക്കാനുള്ള ഈ ആശുപത്രി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചകൾ നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് എത്രയും വേഗത്തിൽ ആ പരിശോധനകൾ നടത്തി മൃതദേഹം നാട്ടിലെത്തിക്കാൻ, അത് രഞ്ജിതയുടേത് മാത്രമല്ല, ഈ അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം മൃതദേഹങ്ങൾ അതിവേഗത്തിൽ എത്ര പെട്ടെന്ന് ആ പ്രവർത്തനങ്ങൾ, ആ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ അത്ര പെട്ടെന്ന് ആ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹങ്ങൾ വിട്ടു നൽകാനാണ് ആശുപത്രി അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മരണസംഖ്യ സംബന്ധിച്ചും ഒരു കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോഴും നമുക്ക് അനൗദ്യോഗികമായിട്ടുള്ള വിവരം മാത്രമാണ് ഈ അപകടത്തിൻ്റെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് ഒരു 265 മുകളിലേക്ക് മൃതദേഹങ്ങൾ ആശുപത്രിയിലുണ്ട് എന്നുള്ളത് ആശുപത്രി അധികൃതർ വാക്കാൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ ഈ ഹോസ്റ്റലിലെ ഈ വിമാനം വന്ന് പതിച്ച ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പറയുന്നത് ആ സംഭവ സ്ഥലത്ത്, വിമാനത്തിലല്ലാതെ ആ സംഭവ സ്ഥലത്തുള്ള 20-ലധികം പേർ, അത് മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപത്ത് ആ കെട്ടിടത്തിലുണ്ടായിരുന്നവർ, ആ കെട്ടിടത്തിൻ്റെ സമീപത്ത് കടയിലുണ്ടായിരുന്നവരുൾപ്പെടെ 20-ലധികം പേർ അവിടെ മരിക്കാൻ മരിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ എത്തിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഇനി അടുത്ത ക്രമീകരണങ്ങൾ? രഞ്ജിതയുടെ സഹോദരൻ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് തന്നെയാണ് അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അവരെ ഇവിടെ നിന്നും സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട്. DNA ടെസ്റ്റ് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ DNA ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് എല്ലാം കിട്ടത്തുള്ളൂ. ആ 72 മണിക്കൂറിനുള്ളിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ അണ്ടറിൽ തന്നെയാണ്, എയർ ഇന്ത്യക്കാർ തന്നെയാണ് ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും ഞങ്ങൾ അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ സൈഡിൽ നിന്നും എല്ലാ ഹെൽപ്പുകളും ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് കൊണ്ടുവന്നിടം വരെയുള്ള, ഇപ്പോൾ ഇവരുടെ കൂടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫുണ്ട്. എയർ ഇന്ത്യയുടെ സ്റ്റാഫുണ്ട് ഇപ്പോൾ അവരുടെ കൂടെ. അവരെ നമ്മുടെ കൂടെ വരുന്നില്ല, എയർ ഇന്ത്യയുടെ സ്റ്റാഫിൻ്റെ കൂടെയാണ് പോയേക്കുന്നത്. അവർക്ക് അക്കോമഡേഷനൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ നേരെ ഇപ്പോൾ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് സിവിൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ഹെൽപ്പ് ഞങ്ങളിൽ നിന്നും വേണോ അഹമ്മദാബാദ് കേരള സമാജം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതാണ്. ഡെഡ് ബോഡി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടിയും എയർ ഇന്ത്യ തന്നെ ഏകോപിപ്പിക്കും. എയർ ഇന്ത്യ തന്നെയാണ് അഹമ്മദാബാദിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവന്നതിൻ്റെ നടപടികൾ ക്രമങ്ങളും എല്ലാം എയർ ഇന്ത്യയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഞങ്ങളുടെ ഹെൽപ്പ് എന്ത് വേണോ അത് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ എത്തിയപ്പോൾ അവരോടൊപ്പം എയർ ഇന്ത്യയുടെ സ്റ്റാഫ്, അവരുടെ ഉദ്യോഗസ്ഥരും കൂടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഈ പ്രവർത്തനങ്ങൾ, ഈ നടപടികൾക്ക് വേണ്ടി രഞ്ജിതയുടെ സഹോദരനൊപ്പമുള്ളത്. അപ്പോൾ ഈ പ്രതികരിച്ച വ്യക്തികളിൽ നിന്ന്, ഈ മലയാളി സമാജത്തിൻ്റെ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃതദേഹത്തിൻ്റെ ഈ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾക്ക് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഈ ബന്ധുക്കളോടൊപ്പം നിൽക്കുന്നുണ്ട്. കൂടാതെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടിയും എയർ ഇന്ത്യ തന്നെയായിരിക്കും നേരിട്ട് ഏകോപിപ്പിക്കുക. ഒപ്പം സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സിവിൽ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകും. ആ പരിശോധനാ ഫലം ലഭിച്ച് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. അത്തരത്തിൽ ഈ അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം മൃതദേഹങ്ങൾ തിരിച്ചറിയാനും അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുമുള്ള നടപടികൾ അഹമ്മദാബാദിൽ സിവിൽ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. രോഹിണി.
ശരി ജിഷ്ണു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എയർ ഇന്ത്യ അധികൃതർ തന്നെയാണ് എല്ലാ സഹായങ്ങളും നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് സിവിൽ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. DNA സാമ്പിൾ പരിശോധനയ്ക്കായാണ് എയർ ഇന്ത്യ അധികൃതരോടൊപ്പം സഹോദരൻ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരള സമാജം വ്യക്തമാക്കിയത് അവരെയാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്യും എന്നാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യ അധികൃതർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് രഞ്ജിതയുടെ സഹോദരനെ അനുഗമിക്കുന്നതും അതോടൊപ്പം താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതും സർക്കാർ സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. 3 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി കേന്ദ്രം രൂപീകരിച്ചിട്ടുണ്ട്. എത്ര കാലാവധി, എത്ര നാൾക്കുള്ളിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? വിവരങ്ങൾ. രോഹിണി, 3 മാസത്തിനകം ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറിയാണ് ഈ സമിതിയുടെ തലവൻ എന്നത്. കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഹോം സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ പദവിയിലുള്ള 2 IAS ഉദ്യോഗസ്ഥർ, അതുകൂടാതെ ഈ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി, ഒപ്പം ഗുജറാത്ത് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടാകും. ഇത്രയും പേരടങ്ങുന്ന ഒരു ഉന്നതതല സമിതിയാണ് ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കുന്നത്. പ്രധാനമായും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പരിശോധിക്കുക എന്നത് തന്നെയാണ് ഈ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ഒപ്പം ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയും ഈ ഉന്നതതല സമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. നമുക്കറിയാം, ഇത് കൂടാതെ തന്നെ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ സമാന്തരമായ രീതിയിലുള്ള മറ്റൊരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അത് സാങ്കേതിക തകരാറാണോ അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഒരു അന്വേഷണം സമാന്തരമായി നടക്കുന്നത് കൂടാതെയാണ് ഈ ഉന്നതതല സമിതി കേന്ദ്ര സർക്കാരും ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ളവ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു. ഈ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണവും DGCയുടെ അന്വേഷണവും ഒക്കെ കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസി, ഭീകര സ്വഭാവമുള്ള കേസുകൾ അന്വേഷിക്കുന്ന NIAയുടെ ഒരു സംഘവും ഇന്നലെ ഈ അപകടം നടന്ന പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഉന്നതതല സമിതി ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അതും ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. 3 മാസത്തിനകം ഈ അപകടം സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമിതി സർക്കാരിന് കൈമാറും. രോഹിണി. ഗൗതം, അതോടൊപ്പം ഈ ഉന്നത സമിതി രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്രം. അവർ അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DGCAയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ അന്വേഷണ ഏജൻസികൾ ദേശീയ തലത്തിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, US-ഉം UK-യിൽ നിന്നുമുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു സംഘം ഈ ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സമഗ്രമായ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന തരത്തിൽ തന്നെ ആയിരിക്കുമോ ഈ എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാർ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക? രോഹിണി, വ്യത്യസ്ത രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് ഇപ്പോൾ ഈ ഉന്നതതല സമിതിയുടെ അന്വേഷണം. ഉന്നതതല സമിതി പ്രധാനമായും ഈ അപകടം എങ്ങനെയുണ്ടായി എന്നതിനുപരിയായി ഈ ഇത്തരം വിഷയങ്ങൾ, അതായത് ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാകും ഈ സമിതി സർക്കാരിന് കൈമാറുക എന്നുള്ളത്. കാരണം ഈ അപകടത്തിൻ്റെ കാരണവും അല്ലെങ്കിൽ അതിലെ അട്ടിമറി സാധ്യതകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇത്ര വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റ് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് നേരെ അടുത്ത കാലത്ത് പല രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട ഈ വിമാനം തന്നെ രാജ്യതലസ്ഥാനത്ത് നിന്ന്, ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പറക്കുന്ന ഘട്ടത്തിൽ ആ വിമാനത്തിനകത്ത് നിന്നും അതിലെ യാത്രക്കാർ
പകർത്തിയ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വൈറലായിരുന്നു. അതായത് ആ വിമാനത്തിന് ചില കേടുപാടുകൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള യാത്ര തന്നെ. അപ്പോൾ ഇത്തരം പരാതികളും മറ്റും വളരെ മുൻപ് തന്നെ ഉയർന്നിരിക്കുന്നു. പഴക്കം ചെന്ന വിമാനങ്ങൾ പറത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളുണ്ട്. അതിനാൽ തന്നെ ഇത്തരം ആകാശ ദുരന്തങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കി എങ്ങനെ 100% സുരക്ഷിതമായിട്ടുള്ള യാത്രക്കാർക്ക് നൽകാം എന്നതിനെ പറ്റിയുള്ളൊരു കൃത്യമായ പഠനമാകും ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സമിതി പ്രധാനമായും നടത്തുക. ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ടാകും 3 മാസത്തിനകം കേന്ദ്ര സർക്കാരിന് സമിതി നൽകുക. ശരി ഗൗതം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. 3 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ജീവനക്കാർക്ക് ഹൃദയഭേദകമായ കത്തെഴുതി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ ഉറ്റവർക്കൊപ്പമാണ് ടാറ്റ ഗ്രൂപ്പെന്ന് ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ. അപകട കാരണം കണ്ടെത്താൻ കാത്തിരിക്കാമെന്നും ജീവനക്കാർക്ക് എഴുതിയ കത്തിൽ പറയുന്നു. 241 പേരുടെ മരണത്തിന് കാരണമായ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെയാണ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ജീവനക്കാർക്ക് ഹൃദയഭേദകമായ കത്തെഴുതിയത്. ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് ചെയർമാൻ ജൂൺ 12 വിശേഷിപ്പിച്ചത്. ഒരിക്കലും മറക്കാനാവാത്ത ദിനം. വാക്കുകൾക്ക് ആശ്വാസം പകരാനാകില്ല. മരിച്ചവരുടെ കുടുംബത്തിനൊപ്പം ടാറ്റ ഗ്രൂപ്പ് ഉണ്ടാകുമെന്നും കത്തിൽ പറയുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് വരുന്ന ഊഹാപോഹങ്ങളല്ല യഥാർത്ഥ കാരണം കണ്ടെത്തി പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിന് ടാറ്റ ഗ്രൂപ്പിന്റെ പൂർണ്ണ സഹകരണമുണ്ടാകും. വളരെയധികം ആളുകൾ വിശ്വസിച്ച ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ എയർ ഇന്ത്യയെ ഏറ്റെടുത്തപ്പോൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു മുൻഗണന. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ലെന്നും നടരാജൻ ചന്ദ്രശേഖരൻ കത്തിൽ പറഞ്ഞു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം AI-171 വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 229 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളുമാണ് മരിച്ചത്. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശ് എന്നയാൾ മാത്രമാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. നാഷണൽ ഡെസ്ക് ജനം. ഇന്ന് ലോക രക്തദാന ദിനം. രക്തം നൽകൂ, പ്രതീക്ഷ നൽകൂ, നമുക്കൊരുമിച്ച് ജീവിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഈ മഹത്തായ ദൗത്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദിനം. ആരോഗ്യകരമായ ജീവിതം നിലനിർത്താൻ രക്തദാനത്തിലൂടെ കഴിയും. അതോടൊപ്പം നിരവധി ജീവൻ രക്ഷിക്കാനും രക്തദാനം സഹായകരമാകും. രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാർലൻ സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. 2005 മുതലാണ് ലോകാരോഗ്യ സംഘടന ലോക രക്തദാന ദിനം ആചരിച്ചു തുടങ്ങിയത്. രക്തം നൽകുന്നതിലൂടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. രക്തത്തിലെ അമിതമായ ഇരുമ്പിന്റെ അംശം കുറയ്ക്കാനും രക്തദാനം സഹായിക്കും. രക്തദാനത്തിലൂടെ പുതിയ രക്തകോശങ്ങളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുകയും ശരീരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രക്തദാനത്തിന്റെ പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, സമൂഹത്തോടുള്ള അനുകമ്പ എന്നിവയുടെ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സ്ഥിരമായ ദേശീയ രക്തദാന പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ സർക്കാരുകളോട് ആഹ്വാനം ചെയ്യുക എന്നിവയാണ് ലോക രക്തദാന ദിനത്തിന്റെ ലക്ഷ്യം. ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാനാകും. 18-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാനാകും. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12.5% കുറയരുത്. 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് ജനം. ക്രിക്കറ്റിൽ ആദ്യ ലോക കിരീടത്തിനരികെ ദക്ഷിണാഫ്രിക്ക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ 69 റൺസ് കൂടി നേടിയാൽ ചരിത്ര കിരീടം സ്വന്തമാക്കാം. 282 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ 2 വിക്കറ്റിന് 213 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി പിന്നിട്ട മർക്രാമും 65 റൺസോടെ ക്യാപ്റ്റൻ ബാവയുമാണ് ക്രീസിൽ. നേരത്തെ 207 റൺസിന് ഓസ്ട്രേലിയയുടെ 2ാം ഇന്നിംഗ്സ് അവസാനിച്ചിരുന്നു. പുതൻ പുലരിയുടെ സമയം 1 മണിക്കൂർ പിന്നിടുകയാണ്. നമുക്കിനി അടുത്ത മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. ഇറാൻ ആണവ കേന്ദ്രം ആക്രമിച്ച ഇസ്രായേൽ. ആക്രമണം രൂക്ഷമാക്കി ഇറാനും. ജോർദാൻ ആകാശം വഴി ചീറിപ്പാഞ്ഞ ഡ്രോണുകൾ. നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമെന്ന് ഐക്യരാഷ്ട്രസഭ.
അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സമിതി അധ്യക്ഷൻ. നടുക്കം വിട്ടുമാറാതെ രാജ്യം. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പരിശോധന തുടരും. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി. സംസ്ഥാനത്ത് ആദ്യ തീവ്ര മഴ പെയ്തേക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 9 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. തീരവാസികൾ ദുരിതത്തിൽ. അറബിക്കടലിൽ കത്തിയ കപ്പൽ നിയന്ത്രണത്തിലാക്കി നാവികസേന. ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ടുപോകും. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കപ്പൽ അപകടത്തിന് പിന്നാലെ എണ്ണ വ്യാപിക്കാൻ സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കലിന് വീണ്ടും പണമൊഴുക്കി സർക്കാർ. 12-അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം കൂട്ടി ഉത്തരവ്. ശമ്പള വർധനയ്ക്ക് 2 മാസത്തെ മുൻകാല പ്രാബല്യവും. ജനം ബ്രേക്കിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം തുടർക്കഥ. സ്വന്തക്കാരെ തിരികെ കയറ്റാൻ കരാർ നിയമനത്തിന് നീക്കം. PMSSY ബ്ലോക്കിലേക്ക് സ്ഥിരം ജീവനക്കാരുടെ നിയമനമില്ല. ക്രിക്കറ്റിൽ ആദ്യ ലോക കിരീടത്തിനരികെ ദക്ഷിണാഫ്രിക്ക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ വിജയം. 69 റൺസ് മാത്രമകലെ. സെഞ്ചുറി പിന്നിട്ട് മർക്രാം ക്രീസിൽ. അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ്. 200-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിക്കുന്നതിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ നിലവിൽ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകൾക്കാണല്ലോ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും 200-ലധികം DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം നമ്മുടെ മലയാളിയായ രഞ്ജിതയുടെ സഹോദരനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ നേരെ സിവിൽ ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്, DNA സാമ്പിൾ നൽകുന്നതിനായി. എന്തായാലും ഇനി തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രോഹിണി, അഹമ്മദാബാദിൽ സിവിൽ ആശുപത്രിയിലാണ് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകളും ആ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുമുള്ളത്. ഞാനിപ്പോൾ സിവിൽ ആശുപത്രിയിൽ കസൗട്ടി ഭവന് മുൻപിലാണ്. ഇവിടെയാണ് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകൾക്കായി ബന്ധുക്കൾ എത്തേണ്ടത്. ആ ബന്ധുക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവരിൽ ഇന്നലെ മുതൽ തന്നെ വിവിധ തരത്തിൽ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് അവരുടെ സാമ്പിളുകൾ പരിശോധിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്കുള്ള നടപടികളും ഇവിടെയാണ് പുരോഗമിക്കുന്നത്. ഇവിടേക്കാണ് അല്പസമയങ്ങൾക്ക് മുൻപ് മരിച്ചിട്ടുള്ള മലയാളി നേഴ്സ് രഞ്ജിതയുടെ സഹോദരനും എത്തിയിട്ടുള്ളത്. അദ്ദേഹം അകത്തേക്ക് പോയിട്ടുണ്ട്, സാമ്പിൾ നൽകുന്നതിനായി പോയിട്ടുണ്ട്. സാമ്പിൾ ശേഖരിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് വരും. തുടർന്ന് ആ പരിശോധനാ ഫലവും ഒപ്പം മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളുമെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. സാധാരണഗതിയിൽ ആശുപത്രി അധികൃതർ പറയുന്നത് ആ DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിന് 72 മണിക്കൂർ എടുക്കും. അത്തരത്തിൽ നിരവധി 214-ലധികം സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. അത്രയധികം സാമ്പിളുകളിൽ ഈ DNA പരിശോധന നടത്തി അതിൻ്റെ ഫലം പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഏതായാലും ആ പരിശോധനയുടെ ഫലം ഉണ്ടാകില്ല. ഈ രഞ്ജിതയുടെ സഹോദരനോട് തന്നെ 2 ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ രഞ്ജിതയുടെ സഹോദരനൊപ്പം എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുമുണ്ട്. അവർ ഈ സാമ്പിൾ നൽകുന്നതിന്, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന്, ഒപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയും ഈ ആശുപത്രിയിൽ വളരെ കൃത്യമായും കസൗട്ടി ഭവനിലാണ് ഈ മരിച്ചവരുടെ
മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്തുന്നതിന് ബന്ധുക്കൾ എത്തേണ്ടത്. അതിന് കൃത്യമായി കൺട്രോൾ റൂം കോൺടാക്ട് നമ്പറുകളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വിവരങ്ങൾ അറിയുന്നതിന് ഈ ഒരു സെല്ല് തന്നെ ഇവിടെ പ്രത്യേക കൗണ്ടർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രഞ്ജിതയുടെ സഹോദരൻ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്ന രതീഷുമായിട്ട് അദ്ദേഹത്തിന് നമ്മൾ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് അകത്ത് പോയിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ എടുക്കും. അവരുടെ ഒപ്പം എയർ ഇന്ത്യയുടെ സ്റ്റാഫുണ്ട്. എയർ ഇന്ത്യയാണ് കംപ്ലീറ്റ് അവരെ കൺട്രോളിൽ. എയർ ഇന്ത്യയുടെ സ്റ്റാഫും കൂടെ പോയിട്ടുണ്ട്. അവരെ അവിടെ DNA ടെസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇനി മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള പറയാൻ പറ്റുള്ളൂ. ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് ഇന്നലെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ ചില മൃതദേഹങ്ങൾ മാത്രം വിട്ടു നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ബാക്കി ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിനും നമുക്ക് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഇനിയും കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരുന്നല്ലേ മനസ്സിലാക്കുന്നത്? കാത്തിരിക്കേണ്ടി വരും. കാരണം തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ വിട്ടു. DNA ടെസ്റ്റ് കഴിഞ്ഞ് 72 hours കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നേരിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന മൃതദേഹങ്ങളൊക്കെ ഇന്നലെ തന്നെ വിട്ടു. രാജ്കോട്ടിലേക്കുള്ളതും ഭാവനഗറിലേക്കുള്ളതും അങ്ങനെ കുറേ മൃതദേഹങ്ങളൊക്കെ ഇന്നലെ തന്നെ വിട്ടിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസിലേക്ക്. ഓക്കെ, ഇതിന് ഈ നടപടികൾക്ക് കുറച്ച് സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 72 മണിക്കൂറാണ് ഈ DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിന് സാധാരണഗതിയിൽ വേണ്ടത്. രഞ്ജിതയുടെ ഈ മൃതദേഹം തിരിച്ചറിയുന്നതിനുള്ള പരിശോധനാ നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും സഹോദരൻ ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ കസൗട്ടി ഭവനിൽ ഈ DNA പരിശോധന കളക്ഷൻ നടക്കുന്ന ആ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ കളക്ഷൻ നടക്കുന്ന സെൻറ്ററിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം എത്തിക്കൊണ്ട് ഈ സാമ്പിൾ നൽകുകയും മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിനുള്ള നടപടികളും അതിൻ്റെ പ്രത്യേക കൗണ്ടറും പ്രവർത്തിക്കുന്നത് സിവിൽ ആശുപത്രിയിലെ ഈ കസോട്ടി ഭവനിലെ ഉള്ളിലാണ്. അവിടേക്കാണ് ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരനും എത്തിയിട്ടുള്ളത്. ഒപ്പം മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ നിലവിൽ ഇതുവരെ മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല. അതിന് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് തന്നെ അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങളാണ് മരണസംഖ്യ സംബന്ധിച്ച് നമുക്ക് മുൻപിലുള്ളത്. ഈ വിമാന അപകടത്തിലും 265-നും 290-നും ഇടയിലുള്ള മൃതദേഹങ്ങൾ, അത്രയും മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. കാരണം പല രീതിയിലുള്ള വാർത്തകൾ, കാരണം ഈ ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് 290-ലധികം മരണം സംഭവിച്ചു എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 260 മരണം സംഭവിച്ചു എന്ന് പ്രാദേശിക ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആശുപത്രി അധികൃതരുമായി ലഭിക്കുന്ന വിവരങ്ങളിൽ അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 260-നും 290-നും ഇടയിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക. ഇപ്പോൾ ഈ കസോട്ടി ആശുപത്രിക്ക് മുൻപിലും ഈ കഴിഞ്ഞ മണിക്കൂറുകളായി വിവിധ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഡ്യൂട്ടി ഡിപ്ലോയ്മെൻറ്റിലെല്ലാം തന്നെ ചേഞ്ചസ് വരുത്തുകയാണ്. അതായത് കഴിഞ്ഞ 40 മണിക്കൂറിലോളമായി യാതൊരു തരത്തിലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ അനുവദിച്ചിരുന്നില്ല. കൃത്യമായി ആശുപത്രിയിൽ സംഭവ സ്ഥലത്ത് ഒപ്പം ഈ പ്രദേശങ്ങൾക്കിടയിൽ റോഡുകളിൽ അത്തരത്തിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ആ ടീമിനെ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത് നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് നിരവധി മണിക്കൂർ, കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി നിന്നിരുന്ന ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് ആ ടീമിലൊരു ചേഞ്ചസ് വരുത്തുകയാണ്. കൂടാതെ വിവിധ തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ ആശുപത്രിയിലും ഒപ്പം ദുരന്ത സ്ഥലത്തുമെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ നേരത്തെ ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഈ ദൃശ്യങ്ങളും നമ്മൾ കാണിച്ചിരുന്നു. അതായത് സ്വയം സേവകരുടെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, അത് ആശുപത്രിയിലെത്തുന്ന ബന്ധുക്കൾക്ക് സേവനങ്ങൾ നൽകുന്നതാണെങ്കിലും അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് സേനയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്, ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിന്, സേവാ പ്രവർത്തനങ്ങൾക്ക്, ഇവയ്ക്കെല്ലാം തന്നെയും സ്വയം സേവകരുടെ സാന്നിധ്യം ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ സേവാ പ്രവർത്തനങ്ങളിലുള്ളവർ അവർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഇത്തരത്തിൽ സ്വയം സേവകരെ പോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ, ഇവിടുത്തെ ജനങ്ങൾ, അഹമ്മദാബാദിലെ ജനങ്ങൾ, ഒപ്പം സേന, ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് സൈന്യവും ഇവിടുത്തെ പോലീസും കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയും വിവിധ ഏജൻസികളും ജനങ്ങളും സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് നാടിനെ നടുക്കിയിട്ടുള്ള ഈ ദുരന്തത്തെ അതിനെ മറികടക്കുന്നതിനും അതിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും ആശുപത്രിയിലേക്ക് എവിടെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ അഹമ്മദാബാദിലേക്ക് എത്തുന്നത്, അതുകൊണ്ട് തന്നെ എവിടേക്ക് പോകണം, എന്ത് ക്രമീകരണങ്ങൾ ചെയ്യണം എന്നറിയാത്ത ഈ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾ, അവരെല്ലാം സഹായിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുമെല്ലാം വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും രാജ്യത്തെ നടുക്കിയിട്ടുള്ള ദുരന്തം തീർത്തും ഇത്രയധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുള്ള, കഴിഞ്ഞൊരു 2 പതിറ്റാണ്ട് പരിശോധിക്കുമ്പോൾ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും
ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു വലിയ ദുരന്തമാണ് അഹമ്മദാബാദിൽ നടന്നിട്ടുള്ളത്. അതിലും ഈ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ആശുപത്രിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 60-ലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. അതിൽ 20-ലധികം പേരുടെ നില അതീവ ഗുരുതരമാണ്. അതിന് ആ മരണപ്പെട്ടവരുമായി ബന്ധപ്പെടുത്തി ഒപ്പം തിരിച്ചറിഞ്ഞ ചില മൃതദേഹങ്ങൾ, അതിൻ്റെ കണക്കുകൾ ആശുപത്രി അധികൃതർ കൃത്യമായി നൽകിയിട്ടില്ല. പക്ഷേ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് ഈ വിമാനത്തിലെ യാത്രക്കാരല്ലാതെ ഈ വിമാനം ഇടിച്ചിറക്കിയ കെട്ടിടത്തിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ മറ്റ് ആ പ്രദേശത്തുണ്ടായിരുന്നവരുടെ ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു. അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ബന്ധുക്കൾ എത്തുകയും DNA സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിശോധനാ ഫലം വരുന്നതിന് മുൻപേ തന്നെ അവരെ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് ആ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. എത്ര മൃതദേഹങ്ങൾ വിട്ടു നൽകി എന്ന് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം പക്ഷേ നൽകിയിട്ടില്ല. ഏതായാലും ഈ നടപടികൾ DNA പരിശോധന ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാകുകയും മൃതദേഹങ്ങൾ വിട്ടു നൽകിയതിനും ശേഷം മാത്രമായിരിക്കും മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് സ്ഥിരീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഒപ്പം ഈ സംഭവം നടന്ന സ്ഥലത്ത് അപകടം നടന്നിട്ടുള്ള BJ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മേഖലയിൽ ആ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു ATS-ഉം NSGയും കൂടാതെ ഫോറൻസിക് വിഭാഗവും ദേശീയ അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയും കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇന്റലിജൻസ് ബ്യൂറോയും എല്ലാം തന്നെ മണിക്കൂറുകൾ നീണ്ട പരിശോധന അവിടെ നടത്തിയിരുന്നു. നിലവിൽ അവിടെ ദേശീയ ദുരന്ത നിവാരണ സേന മാത്രമാണുള്ളത്. അവർ ഈ കെട്ടിടത്തിൻ്റെയും വിമാനത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റുകയാണ്, അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. അതിനടിയിൽ അവസാന പരിശോധനകൾ നടത്തിക്കൊണ്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രമീകരണങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് മാത്രമാണ് കൃത്യമായി ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അവിടെ മാത്രമാണ് ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണവും മുൻപോട്ട് പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതിയെ ഇന്നലെ രൂപീകരിച്ചിരുന്നു. ആ വിദഗ്ധ സമിതിയോട് 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത്. ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ വിവരങ്ങൾ ലഭിക്കാൻ കാലതാമസമെടുക്കും. ആ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു. അത്തരത്തിൽ ആ അന്വേഷണം കാര്യക്ഷമമായി മുൻപോട്ട് പോവുകയാണ്. ഇനി ചോദ്യം എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എയർ ഇന്ത്യയുടെ ഈ ബോയിങ് വിമാനം തകർന്നു വീണത് എന്നുള്ളതാണ്. അതിന് ഉത്തരം കിട്ടാനുള്ള വലിയ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. രോഹിണി. ശരി ജിഷ്ണു. അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ്. 200-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം രഞ്ജിതയുടെ സഹോദരൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സിവിൽ ആശുപത്രിയിൽ പോയി DNA സാമ്പിൾ നൽകുന്നതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതുമായ ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. എയർ ഇന്ത്യ അധികൃതരും കൂടി അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഇപ്പോൾ ഈ ദുരന്ത മുഖത്ത് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ നീക്കുന്ന നടപടികളും കൂടി പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, എപ്പോഴത്തെയും പോലെ ഏത് ദുരന്ത മുഖത്തും ഓടിയെത്തുന്ന സദാ സേവന സന്നദ്ധരായിട്ടുള്ള സേവാഭാരതിയുടെ പ്രവർത്തകരെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാനവ സേവ മാധവ സേവ എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ദുരന്ത മുഖത്തും അവരുടെ സേവനം ഉറപ്പാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പരിശോധന നടന്നത്. വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തിറക്കി പരിശോധിച്ചു. ഉദ്യോഗസ്ഥരോട് നേതാക്കൾ കയർത്തു. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDFന്റെ മാത്രം പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട. വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ CPMന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട. ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോൻ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നിലമ്പൂരിൽ വീണ്ടും ഒരു പെട്ടി വിവാദം കൊഴുക്കുകയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ
ഒരുതരം പ്രസ്താവന അല്ലെങ്കിൽ കയർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ വരുന്നതും കാണാൻ കഴിയുന്നുണ്ടല്ലോ ദൃശ്യങ്ങളെ. തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ പരിശോധനകളും മറ്റും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം, ആ വാഹനത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്ത് അവരുടെ വാഹനത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പോലീസ് പരിശോധിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഇത്തരത്തിലൊരു പരിശോധന കണ്ടതോടുകൂടെ തന്നെ ഈ നേതാക്കൾ അതിനോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഈ പെട്ടി പരിശോധിക്കുന്നു, എന്തുകൊണ്ട് പെട്ടിയിൽ പരിശോധന, അങ്ങനെ ആ പെട്ടി എന്ന വാക്ക് തന്നെ അവർ സ്ട്രെസ് ചെയ്ത് 4-5 തവണ ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കേൾക്കാനാവും. അതേതായാലും നമുക്കറിയാം, പാലക്കാട് ഈ പെട്ടി വിവാദങ്ങളും മറ്റും ഉണ്ടാക്കി അതിലൂടെ നേട്ടം കൊയ്യാൻ കോൺഗ്രസ് വലിയ രീതിയിൽ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ പരിശോധന കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളും മുതലെടുക്കാനുള്ള ബോധപൂർവമായുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു നേതാക്കളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പരിശോധനയിൽ പോലീസ് പറയുന്നത് ഇതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണ് എന്നുള്ളതാണ്. അതിലുപരി ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എല്ലായിടത്തുമുള്ള പരിശോധനയാണ് നിലമ്പൂരിൽ. അതുതന്നെയാണ് പറയുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് ഇതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണ് എന്നുള്ളതാണ്. സ്വാഭാവിക പരിശോധനയ്ക്ക് അപ്പുറം ഇവിടെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശരി അരുൺ. ശിവദാസ് കന്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, ഒരു സ്വാഭാവികമായ പരിശോധന പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്താറുണ്ട്. അത്തരത്തിലുള്ളൊരു പരിശോധന മാത്രം എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പക്ഷേ ഒരു പെട്ടി വിവാദം അല്ലെങ്കിൽ വീണ്ടും ഒരു പെട്ടി വിവാദം സൃഷ്ടിച്ച് ഇതിങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമാണ് ഈ കോൺഗ്രസ് എംപിയുടെയും MLA-യുടെയും ഭാഗത്ത് നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനാവശ്യമായ പ്രകോപനപരമായ രീതിയിലൊക്കെ പെരുമാറുകയും ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായും ജോഹിനി, അത്തരത്തിൽ തന്നെയാണ് ഒരു സീൻ ബോധപൂർവം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇന്നലെ നടന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ദിവസം മുതൽ തന്നെ ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകളിലും അതോടൊപ്പം തന്നെ മറ്റ് പല ഇടങ്ങളിൽ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് എക്സൈസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെയും ഈ പരിശോധന ഉണ്ടായിരുന്നത്. നേതാക്കളുടെ വാഹനങ്ങളടക്കം ഈ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ സഞ്ചരിച്ച വാഹനത്തിലും പരിശോധന നടത്തിയത്. സ്വാഭാവികമായി പരിശോധന മാത്രമാണ് നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഈ രീതിയിൽ ഒരു പെട്ടി വിവാദം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ പെട്ടി തന്നെയാണ് അന്ന് പരിശോധിച്ചത്. ജോലി ചാമക്കാല അടക്കമുള്ള നേതാക്കൾ അവരുടെ പെട്ടി അന്ന് പരിശോധിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. കാരണം അന്ന് കൃത്യമായി തന്നെ അത് സാമ്പത്തിക ഇടപാടുകൾ അതുവഴി നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ആരോപണം അടക്കം ഉണ്ടായിരുന്നു. രാത്രിയിലായിരുന്നു ആ പരിശോധന ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് വലിയ വിവാദമാക്കാൻ അന്നും കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. കാരണം അതുവഴി ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അതിൽ അവർക്ക് വിജയിക്കാനും കഴിഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി വീണ്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇനി വളരെ 5 ദിവസം മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ദിവസം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിനുള്ളിൽ മറ്റൊരു വിവാദം കൂടി ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഒരു വോട്ട് സ്വരൂപിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ആണ് ഉദ്യോഗസ്ഥരോട് കയർക്കുന്നതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബോധപൂർവം ഇതൊരു ചർച്ചയായി മാറ്റാനുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. ഇത് പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമായി തന്നെ അവിടെ കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസ് ബോധപൂർവമായ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പെട്ടി വിവാദം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രോഹിണി.
ശരി ശിവദാസ്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാറും പരിശോധിച്ചത്. പക്ഷേ ഒരു പെട്ടി വിവാദം കൊഴുപ്പിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ കൂടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺ ആലത്തൂറും ശിവദാസ് കന്മനവുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കൽ ടീമിനായി വീണ്ടും പണം ചിലവഴിക്കാൻ സർക്കാർ. 12 അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ്. ശമ്പള വർധനയ്ക്ക് 2 മാസത്തെ മുൻകാല പ്രാബല്യവുമുണ്ട്. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ എന്നുള്ളത് പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ടീമിന് സർക്കാരിന്റെ മുഖം മിനുക്കുക, പിണറായി വിജയനെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുക, ഇതൊക്കെ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം വർദ്ധിപ്പിക്കുകയാണ്. അതും 2 മാസത്തെ മുൻകാല പ്രാബല്യത്തോടെ എന്നുള്ളതാണ്. രോഹിണി, മുഖ്യമന്ത്രിയുടെ നവമാധ്യമ ഇടപെടലുകൾക്കായി അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കുന്നതിനായി കോടികൾ ചെലവഴിക്കുന്ന പല വാർത്തകൾ നമ്മൾ കൊണ്ടുവന്നതാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം പരസ്യധൂർത്തെന്ന് പറയുന്നത് സമാനതകളില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതിനുള്ള വിവിധ കണക്കുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാൻ കോടികൾ അനുവദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് പാർട്ടി ചാനലിലും മറ്റ് ചാനലുകൾക്കുമൊക്കെ കോടികൾ അനുവദിക്കുന്നു. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരസ്യങ്ങൾ, അത് എല്ലാം സർക്കാരിനെ പുകഴ്ത്തുന്നതിനും മുഖ്യമന്ത്രിയുടെ പടമുള്ള കട്ടൗട്ടുകൾക്കുമൊക്കെയായി കോടികൾ ചെലവഴിക്കുന്നതിൻ്റെ വിവിധ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പലതും പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. ഈ സോഷ്യൽ മീഡിയ ടീമിന് തന്നെ 2022 മെയ് 16 രൂപീകരിച്ച സോഷ്യൽ മീഡിയ ടീമിന് തന്നെ രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ 2.3 കോടി രൂപ അതിലെ ജീവനക്കാർക്ക്, ഈ 12ഓളം വരുന്ന അംഗങ്ങൾക്ക് ശമ്പളമായി തന്നെ സർക്കാർ നൽകിയതിൻ്റെ കണക്കുകൾ നേരത്തെ ജനം ടി വി പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ അവർക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ ചെലവഴിച്ച ലക്ഷങ്ങൾ, ഈ പുതിയതായി വന്ന സർക്കാരിൻ്റെ എൻ്റെ കേരളം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായും ഈ സോഷ്യൽ മീഡിയ ടീമിന് കൂടുതൽ പണം അനുവദിച്ച സംബന്ധിച്ച വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പമാണ് നവമാധ്യമങ്ങളിൽ വീഡിയോകൾ സൃഷ്ടിക്കാൻ, റീലുകൾ സൃഷ്ടിക്കാൻ, അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും മറ്റും ഉണ്ടാക്കാനൊക്കെ മറ്റ് ഏജൻസികൾക്കുമൊക്കെ കോടികൾ കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ടീമുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും സർക്കാർ ഇവർക്ക് ശമ്പളം കൂട്ടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് 12 അംഗ ടീമിനാണ് ഇപ്പോൾ ശമ്പളം കൂട്ടി നിൽക്കുന്നത്. ഓരോ ടീം അംഗത്തിനും ഇപ്പോൾ ഏറ്റവും ഉയർന്ന തസ്തിക മുതൽ ഏറ്റവും താഴെയുള്ള തസ്തികയിൽ വരെ ഇത്തരത്തിൽ ഈ പണം കൂട്ടി നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരുപക്ഷെ ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടക്കാർക്ക് വേണ്ടി പണം അനുവദിക്കാൻ സർക്കാരിന് ഒരു തരത്തിലുള്ള മടിയുമില്ല എന്നുള്ളതാണ് ഈ പുതിയ കണക്കുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഉത്തരവ് അനുസരിച്ച് ഇനിയിപ്പോൾ പ്രതിമാസം ഏതാണ്ട് 94,53,660 രൂപ ഈ സംഘടനത്തിന് വേണ്ടി മാത്രം, മുഖ്യമന്ത്രിയുടെ മുഖമിനുക്കൽ ടീമിന് വേണ്ടി മാത്രം സർക്കാർ ചിലവഴിക്കണം. അത് വാർഷിക കണക്കുകളിലേക്ക് വരുമ്പോഴേക്കും വലിയ വർധനവ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ 2,30,62,460 രൂപയാണെങ്കിൽ ഇനി അത് സർക്കാർ അതിൻ്റെ കൂട്ടത്തിൽ പ്രതിവർഷം 1 കോടിയോളം രൂപ സർക്കാർ ഈ പറയുന്ന രീതിയിൽ ഇവരുടെ ശമ്പള വർധനവിന് വേണ്ടി മാത്രം അധികമായി ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടാകേണ്ടി വരും. അല്ലെങ്കിൽ ഇവരുടെ ശമ്പളത്തിനായി മാത്രം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പരസ്യധൂർത്ത് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ വന്നിരുന്നു. ആ വിവാദങ്ങൾക്കൊപ്പമാണ്, അതിനൊന്നും വകവയ്ക്കാതെയാണ് സർക്കാർ ഈ രീതിയിൽ പണം കൂട്ടി നൽകുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആശാവർക്കർമാരുടെയൊക്കെ സമരം ഇപ്പോഴും തുടരുകയാണ്. അവർക്കൊരു 100 രൂപ പോലും കൂട്ടി നൽകാൻ പണമില്ലാത്ത സർക്കാരിനാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കുന്നത്. അതും സോഷ്യൽ മീഡിയ ടീം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ എല്ലാത്തരം യാത്രകൾക്കും അതിനൊപ്പം മുഖ്യമന്ത്രിയുടെ എല്ലാത്തരം പരിപാടികൾക്കും എല്ലാം കൂടെ ഉണ്ടാകും. അവർ നവമാധ്യമങ്ങളിലൊക്കെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതൊക്കെ കണ്ടതാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം വേളയിലേക്കുള്ള സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞ കുടുംബ സന്ദർശനത്തിൽ വരെ ഈ സോഷ്യൽ മീഡിയ ടീമിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കേണ്ടതില്ല. അങ്ങനെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും സ്വകാര്യ സന്ദർശനങ്ങൾ വരെ കവർ ചെയ്യുന്നതിനും അതിനും പബ്ലിസിറ്റി നൽകുന്നതിനും വരെ ഉപയോഗിക്കുന്ന ഒരു ടീമാണ് ഈ സോഷ്യൽ മീഡിയ ടീം എന്നുള്ളത്. ഇവരെ ഏത് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു എന്നതിനടക്കമുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാരോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇഷ്ടക്കാരെ, തങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഇത്തരത്തിൽ തസ്തികകളിൽ നിയമിച്ച് അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളുമൊക്കെ സൗകര്യങ്ങളുമൊക്കെ അനുവദിക്കുന്നതിലാണ് സർക്കാർ പ്രധാനമായും താല്പര്യം കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന ആശാവർക്കർമാരാണെങ്കിലും ശരി, വിവിധ റാങ്ക് ലിസ്റ്റുകളിലാണെങ്കിലും ശരി, ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നതിനും മറ്റും പണമില്ലാതിരിക്കുന്ന സർക്കാർ, അല്ലെങ്കിൽ അതിന് പണമില്ല, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, വിവിധ വകുപ്പുകളിലെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുണ്ടുമുറി എടുക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സംസ്ഥാന സർക്കാർ തന്നെയാണ് തങ്ങളുടെ ഇഷ്ടക്കാർക്ക്, തങ്ങളുടെ മുഖമിനുക്കലുകൾക്ക് വേണ്ടിയിട്ട്, തങ്ങളുടെ PR സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണം അനുവദിക്കുന്നതും അവിടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് ശമ്പളം നൽകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി കാണേണ്ടതുണ്ട്. പല വകുപ്പുകളിലും ഇപ്പോഴും ഒട്ടനവധി തസ്തികകളിൽ സർക്കാർ താൽക്കാലികക്കാരെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി ഇത്തരത്തിൽ തിരികെ കയറ്റപ്പെട്ട CPM-കാരായിട്ടുള്ള നിരവധി ആളുകൾക്ക് സർക്കാർ ഇത് സ്ഥിര നിയമനമാക്കി നൽകും
നൽകുമെന്നുള്ള വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർവീസ് സംഘടനകളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് CPMൻ്റെ സർവീസ് സംഘടനകളൊക്കെ അതിനുവേണ്ടിയുള്ള പട്ടികയും കണക്കെടുപ്പും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ അവസാന കാലത്തോടു കൂടി ഇത്തരത്തിൽ തിരികെ കയറ്റപ്പെട്ട 9 കൊല്ലമാകുന്നു 10 കൊല്ലം ആകുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ തിരികെ കയറ്റപ്പെട്ട നിരവധി ആളുകൾക്ക് സ്ഥിര നിയമനം നൽകാനുള്ള നീക്കവും സർക്കാർ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് സ്വന്തം ആളുകൾക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിച്ചത്. ഇതിൽ ചില തസ്തികകളൊക്കെ കണ്ടാൽ നമുക്ക് ഡെലിവറി മാനേജർ എന്നൊക്കെ പറയുന്ന ചില തസ്തികകളൊക്കെ ഉണ്ട്. ഒരു സോഷ്യൽ മീഡിയ ടീമിൽ എന്ത് ഡെലിവറി മാനേജർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പോലും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിവിധ തസ്തികകൾ സൃഷ്ടിക്കുന്നു, അവിടെ ഇഷ്ടക്കാരെ നിയമിക്കുന്നു, അവർക്ക് ആവശ്യത്തിന് ശമ്പളം നൽകുന്നു. സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാറാകുമ്പോഴേക്കും അവർക്ക് കൂടുതൽ ശമ്പളം കൂട്ടി നൽകുന്നു. ഒരുപക്ഷെ ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. രോഹിണി. അതെ, ശരി പ്രജിത്ത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കൽ ടീമിന് വേണ്ടി പണം ചിലവഴിക്കാൻ യാതൊരു മടിയും സർക്കാരിനില്ല എന്നുള്ളതാണ്. 12-അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. ശമ്പള വർധനവ് 2 മാസത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് എന്നുള്ളതാണ്. പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. PMSSY ബ്ലോക്കിലേക്ക് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാതെ കരാർ ജീവനക്കാരെ നിയമിക്കാനാണ് നീക്കം. സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്നാണ് വിമർശനം. യോഗ്യതയുള്ളവരെ നിയമിക്കുന്നതിന് പകരം ഏജൻസി വഴി 150ഓളം പേരെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കരാർ ജീവനക്കാരെ നിയമിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് BJP വ്യക്തമാക്കി. ഏജൻസിയുടെ മറവിൽ പാർട്ടി നോമിനികളെ കുത്തിനിറയ്ക്കാമെന്നത് ചിലരുടെയും വ്യാമോഹം മാത്രമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. ഇപ്പോൾ വളരെ സമർത്ഥമായി ഒരു സർക്കുലർ പുറത്തുവിട്ട് ഒരു ഏജൻസി വഴി 150 പേരെ താൽക്കാലികമായി നിയമിക്കുന്നു. ഈ താൽക്കാലികമായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പേര് കൊടുക്കുന്നവരെ നിയമിക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിർമ്മിച്ച PMSSY ബ്ലോക്കിൽ താൽക്കാലിക നിയമനം അനുവദിക്കില്ല. എല്ലാ അർത്ഥത്തിലും മെഡിക്കൽ കോളേജിൽ വെച്ച് അത്തരത്തിലുള്ള ഒരു നിയമന നീക്കത്തെ BJP ചെറുത്തു തോൽപ്പിക്കും. ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും സ്റ്റാഫുമില്ലാതെ സന്ദർശകർക്ക് പോലും ഭീമമായ ഫീസ് ഈടാക്കി എല്ലാ അർത്ഥത്തിലും മെഡിക്കൽ കോളേജിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെ തീരുമാനം. ആരോഗ്യമേഖലയെ തകർക്കുന്ന തരത്തിൽ കരാർ ജീവനക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. കൈയും കാലുകളും കെട്ടി പെരിയാർ നീന്തിക്കടന്ന് ഒരു 6 വയസ്സുകാരൻ. ചേരാനല്ലൂർ സ്വദേശിയായ കേദാറാണ് പെരിയാറിൽ 1 കിലോമീറ്ററോളം നീന്തിയത്. ഡാമുകൾ തുറന്നതിനെ തുടർന്ന് കലങ്ങിക്കിടന്ന പെരിയാർ 6 വയസ്സുകാരന്റെ സാഹസികതയ്ക്ക് തടസ്സമായില്ല. ശക്തമായ മഴയിൽ ഡാമുകൾ തുറന്നതിനാൽ കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ് പെരിയാർ. സാധാരണ നിലയിൽ തന്നെ പേടിപ്പെടുത്തുന്ന പെരിയാറിന്റെ ഓളങ്ങളെ കയ്യും കാലും ബന്ധിച്ചാണ് 6 വയസ്സുകാരൻ നീന്തിക്കടന്നത്. നീന്തലിനിടെ തലയും ശരീരവും മാത്രമേ ചലിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂവെങ്കിലും വെല്ലുവിളികൾ 6 വയസ്സുകാരന് തടസ്സമായില്ല. ആലുവ മണൽപ്പുറം മണ്ഡപം കടവ് മുതൽ 1 കിലോമീറ്റർ നീന്തി മണപ്പുറം കുട്ടിവനത്തിലെ അവസാന കടവിലാണ് കുട്ടി നീന്തി കയറിയത്. ഹായ് ഹായ് ഹായ്. ചേരാനല്ലൂർ സ്വദേശിയായ മുകുന്ദ ബലികയുടെയും അശ്വിനി A പ്രഭുവിന്റെയും മകനാണ് കേദാർ. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് കേദാർ നീന്തൽ പരിശീലിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു നീന്തിയിട്ട്? പേടിയൊക്കെ ഉണ്ടായോ? ഇല്ല. ആദ്യമേ നമുക്കൊരു ധൈര്യം ഇല്ലായിരുന്നു. കാരണം വെള്ളം കൂടുതല്, മഴ, ദൈവം സഹായിച്ച് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നിന്നിട്ട് അടിപൊളിയായിട്ട് കാര്യം കഴിഞ്ഞു. 6 വയസ്സുകാരന്റെ നീന്തൽ ഏതൊരാൾക്കും വളരെ എളുപ്പം നീന്തൽ പരിശീലിക്കാമെന്ന് സമൂഹത്തിന് കാണിച്ചു തരുന്നതായി പരിശീലകൻ സജി വളാശ്ശേരി പറയുന്നു. ഈ 2025 2962 വരെ ഇവിടെ ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചു. അതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടിയാണ് നീന്തി കിടന്നത്. കേദാർ 6 വയസ്സുകാരനാണ്. ആദ്യം പെരിയാർ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് 2 കൈയും 2 കാലും പുറയിലേക്ക് കെട്ടിയിട്ട് 1 കിലോമീറ്റർ നീളം പെരിയാർ നീന്തി. നല്ല ഒഴുക്കുള്ള ദിവസമായിരുന്നു. അപ്പൊ നീന്തൽ അറിയാൻ പാടില്ലാത്ത എല്ലാവരെയും പെരിയാറിലേക്ക് ആഹ്വാനം ചെയ്യാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നീന്തൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും, ഒരു കൊച്ചു പോലും മുങ്ങി മരിക്കില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ സന്ദേശം. വെസ്റ്റ് കൊച്ചി സിറ്റി അസിസ്റ്റന്റ് ട്രാഫിക് കമ്മീഷണർ മുഹമ്മദ് നിസാറാണ് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ജനം, കൊച്ചി. വേദമന്ത്രങ്ങൾക്കൊപ്പം ശാസ്ത്രപാഠങ്ങളും പഠിച്ച് ISROയിൽ ശാസ്ത്രജ്ഞനാകാനൊരുങ്ങി കണ്ണൂർ കൈതപ്രത്തെ മംഗലത്തില്ലത്ത് ഗോവിന്ദകൃഷ്ണൻ.
വേദങ്ങൾക്കും ശാസ്ത്രത്തിനും ആധുനിക സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ISROയിൽ ജൂനിയർ സ്പേസ് സയന്റിസ്റ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. തൃശൂരിലെ ബ്രഹ്മസ്വമഠ വേദപാഠശാലയിൽ ഗുരുകുല സമ്പ്രദായത്തിൽ 12 വർഷത്തെ വേദപഠനം. ഒടുവിൽ ആധുനിക ശാസ്ത്രം പഠിച്ച് ISROയിൽ ശാസ്ത്രജ്ഞനാകാനുള്ള നിയോഗം. കൈതപ്രത്തെ മംഗലത്തിലത്ത് ഗോവിന്ദ് കൃഷ്ണൻ തൻ്റെ സംസ്കാരത്തെയും ചര്യകളെയും ആധുനിക ശാസ്ത്രത്തെയും ഒരുപോലെയാണ് നെഞ്ചോട് ചേർത്തിരിക്കുന്നത്. യാഗഭൂമിയിൽ നിന്ന് ഭാരതത്തിൻ്റെ അഭിമാനമായ ISROയുടെ ഭാഗമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഗോവിന്ദ് കൃഷ്ണൻ. ശാസ്ത്രജ്ഞനായെങ്കിലും വൈദിക ജീവിത സമ്പ്രദായത്തെ തുല്യ പ്രാധാന്യത്തോടെ കൊണ്ടുപോകാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം. ഇതിൽ മാത്രം അങ്ങനെ ഒതുങ്ങി ആവണ്ട എന്ന് ഒരു ചിന്തയുണ്ടായിരുന്നു. എപ്പോഴും അച്ഛൻ്റെ കൂടി ഒരു തീരുമാനമായിരുന്നു അത്. പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സയൻസ് സ്ട്രീമിൽ പോവുകയും അത് പിന്നെ എനിക്ക് കുറച്ചുകൂടി മാത്തമാറ്റിക്സും അങ്ങനെ എൻജിനീയറിങ് ആ വിഷയങ്ങളോടായിരുന്നു താല്പര്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒരു ഡ്രോപ്പ് ഇയർ എടുത്തു. അങ്ങനെ JEE അഡ്വാൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഞാൻ IASTയിൽ വിദ്യാർത്ഥിയായിരുന്നു, BTech വിദ്യാർത്ഥിയായിരുന്നു. കൈതപ്രത്തെ റിട്ടയേർഡ് നാവികസേനാ ഉദ്യോഗസ്ഥരും കനറ ബാങ്ക് ഓഫീസറുമായ മംഗലത്തിലത്ത് M ഹരീഷ് കുമാറിന്റെയും സുജയുടെയും ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ് ഗോവിന്ദ് കൃഷ്ണൻ. ഗായത്രിയാണ് സഹോദരി. സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും തനിമ ഉയർത്തിക്കൊണ്ട് ഗോവിന്ദ് സ്വന്തമാക്കിയ നേട്ടത്തിൽ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ സന്തോഷത്തിലാണ്. ജനം, കണ്ണൂർ. മുഖ്യമന്ത്രിയുടെ സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ഈ മാസം 18 വീണ്ടും ചേരും. ശബരിമല റോപ്പ് വേക്കുള്ള അനുമതി യോഗത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. അതേസമയം കഴിഞ്ഞ 2 യോഗങ്ങളിലും വിഷയം അജണ്ടയിലുണ്ടെങ്കിലും പരിഗണിച്ചിരുന്നില്ല. ഇതിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു ദേവസ്വം ബോർഡ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, വിശദാംശങ്ങൾ. രോഹിണി, ശബരിമലയിൽ ഏറ്റവും ഒരു വലിയ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ ആരംഭിക്കാനിരുന്ന പദ്ധതിയിലാണ് പലതവണ യോഗങ്ങൾ മാറ്റിവെച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 18-ാം തീയതി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം നേരത്തെ ഏപ്രിലായിരുന്നു ആദ്യം ഈ യോഗം വച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്ര വനം വകുപ്പിൻ്റെ അനുമതി ഇതിനു മുമ്പ് തന്നെ അത് നേടിയെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ യോഗങ്ങൾ പലതവണ മാറ്റിവെച്ചു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ മാസം 18-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നത്. ഈ യോഗത്തിലെങ്കിലും റോപ്പ് വേ പദ്ധതിക്ക് അനുമതി ലഭിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് വനം വന്യജീവി ബോർഡിന്റെ ഈ യോഗത്തിൽ. കാരണം ഇതിന് ശേഷം വേണം സംസ്ഥാന വനം വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ചതിന് ശേഷം വേണം കേന്ദ്ര അനുമതിക്കായി സമീപിക്കുന്നതിന് വേണ്ടി. അങ്ങനെ നടപടിക്രമങ്ങൾ ഏറെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു വർഷത്തോളം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണം പൂർത്തിയാകുന്നതിന് വേണ്ടി 1 വർഷം എടുക്കും. കഴിഞ്ഞ ശബരിമല കാലത്ത് തന്നെ ഇതിന്റെ റോപ്പ് വേ നിർമ്മാണം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എങ്കിൽ പിന്നീട് ഇത്തരത്തിൽ യോഗം നീണ്ടുപോയതിനെ തുടർന്ന് പലതവണ മാറ്റിവെച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ നീളുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 18-ാം തീയതിയിലെ യോഗത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അനുമതി ലഭിക്കുമെന്നും തുടർന്ന് വേഗത്തിൽ തന്നെ റോപ്പ് വേ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആണ് പ്രധാനമായും പറയുന്നത്. തുടക്കത്തിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലല്ല വിഭാവന ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് തീർത്ഥാടകർക്ക് കൂടി, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന തീർത്ഥാടകരെ കൂടി ശബരിമലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും റോപ്പ് വേ നിർമ്മാണം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൊരു വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം മന്ത്രി VN വാസവനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തും എല്ലാം തന്നെയുള്ളത്. 2 യോഗങ്ങളിലും ഈ വിഷയം അജണ്ടയായി എത്തിയിരുന്നെങ്കിലും വനം വന്യജീവി ബോർഡ് ഇത് പരിഗണിച്ചിരുന്നില്ല. വന്യജീവി ബോർഡിന്റെ അനുമതിയില്ലാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. വന്യജീവി ബോർഡിന്റെ അനുമതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. മറ്റു നടപടിക്രമങ്ങളെല്ലാം സർക്കാർ നേരത്തെ പൂർത്തീകരിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ, ഈ ഒരു സ്വപ്ന പദ്ധതി നീണ്ടുപോകുന്നതിൽ വലിയ അമർഷമായിരുന്നു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അവർ അത് പല ഘട്ടങ്ങളിലും പരസ്യമായി തന്നെ പ്രകടമാക്കുകയും ചെയ്തു. ഇതിനുശേഷം കേന്ദ്ര വനം വന്യജീവി ബോർഡിനെ സമീപിക്കണം. പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് അവിടെ യോഗം ചേരുന്നത്. ആ യോഗം ഇനി
ജൂലൈയിലാണ് ചേരാനിരിക്കുന്നത്. അതിനു മുമ്പ് അനുമതി 18-ാം തീയതി അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത കേന്ദ്ര അനുമതിയും അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ ജൂലൈയിൽ തന്നെ ഇത് മുന്നോട്ട് വയ്ക്കാനും അന്തിമ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയുമെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം ഈ പദ്ധതിക്ക് തറക്കല്ലിടാൻ ആയിരുന്നു ദേവസ്വം ബോർഡ് ആലോചിച്ചിരുന്നത്. അതിനുശേഷം വേഗത്തിൽ തന്നെ റോപ്പ് വേ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതായിരുന്നു ലക്ഷ്യമായി കാണുകയും ചെയ്തത്. 2011-ലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അതുമാത്രമല്ല അതിനു മുമ്പ് തന്നെ ഏതാണ്ട് 18 വർഷത്തോളമായി പല ഘട്ടങ്ങളിലായി ആലോചനയിലുണ്ടായിരുന്ന യോഗമാണ്. കഴിഞ്ഞ ഏപ്രിലാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട യോഗം നിശ്ചയിച്ചിരുന്നത്. അന്നത് മാറ്റിവെച്ചു. പിന്നീട് 3 തവണ ഈ യോഗം പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിൽ വനം വകുപ്പിന് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് പകരം ഭൂമി അടക്കം സർക്കാർ റവന്യൂ ഭൂമി അടക്കം കൈമാറുകയും അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടും ഈ ഒരു സ്വപ്ന പദ്ധതി നീളുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഈ 18-ാം തീയതി നടക്കുന്ന യോഗത്തിലുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് പ്രവേശിക്കും. മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുന്നത്. തലസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷം ജൂൺ 18-ന് മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമര പന്തലിൽ സമാപിക്കും. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് 125-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നും ആവേശോജ്വല സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് രാപ്പകൽ സമരയാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന യാത്ര വർക്കലയിൽ നിന്നും പര്യടനം ആരംഭിക്കും. തുടർന്ന് ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട് മേഖലകളിലും പര്യടനം നടത്തും. നാളെ കാട്ടാക്കട, വെള്ളറട, പാറശാല, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലും മറ്റന്നാൾ വിഴിഞ്ഞം, പേരൂർക്കട, ലോ കോളേജ്, കഴക്കൂട്ടം എന്നിവിടങ്ങളിലും പര്യടനം നടത്തും. യാത്രയുടെ സമാപന ദിവസമായ 18-ാം തീയതി കേശവദാസപുരത്തു നിന്നും മഹാറാലിയായി രാപ്പകൽ സമരവേദിയിലെത്തി യാത്ര സമാപിക്കും. യാത്രയ്ക്കൊപ്പം അനുഗമിച്ചവരും ആശമാരുടെ കുടുംബവും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. മെയ് 5-ന് ആരംഭിച്ച രാപ്പകൽ സമരത്തിൻ്റെ സമാപന വലിയ റാലിയാണ്. അപ്പോൾ അതിന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം എവിടെയൊക്കെ സ്വീകരണം നൽകിയിട്ടുണ്ടോ അവിടെ നിന്നുള്ള എല്ലാ ആശമാരും സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ഈ മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വലിയ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ 18-ാം തീയതി മഹാറാലി നമ്മുടെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുന്നതിന് വേണ്ടി നമ്മൾ അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി നമ്മുടെ ഈ കേശവദാസപുരത്തു നിന്ന് ആരംഭിച്ച് നടന്ന് റാലിയായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമാപിക്കുന്നതാണ്. 18-ാം തീയതി മഹാറാലിയാണ്. അത് നല്ല വലിയൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാസമരം ഇന്ന് 125-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഫെബ്രുവരി 10-ാം തീയതിയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. തുടർന്ന് 3 തവണ മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാടുകൾക്കെതിരെ എ.പി. വിഭാഗം സമസ്ത വിദ്യാർത്ഥി സംഘടനയായ എസ്.എസ്.എഫ്. ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളാനുള്ള വി.ഡി. സതീശന്റെ ശ്രമങ്ങൾ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് എസ്.എസ്.എഫ്. കുറ്റപ്പെടുത്തി. ഇപ്പോഴും മതരാഷ്ട്രവാദം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്നത് എന്നും എസ്.എസ്.എഫ്. കുറ്റപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും അതിനാൽ UDF-നെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല എന്നും കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. തുടർന്നാണ് സതീശനെതിരെ വിമർശനവുമായി എസ്.എസ്.എഫ്. രംഗത്തെത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയെ ആശയപരമായി ഉൾക്കൊള്ളാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ശ്രമങ്ങൾ പദവിക്ക് നിരക്കാത്തതും ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള പ്രത്യക്ഷമായ വെല്ലുവിളിയുമാണെന്നാണ് എസ്.എസ്.എഫിന്റെ പ്രസ്താവന. സയ്യിദ് കുത്തുബും മൗദൂദിയും രൂപപ്പെടുത്തിയ മതരാഷ്ട്രവാദം അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യ പ്രക്രിയകളോട് പുറംതിരിച്ചു നിൽക്കുന്ന ആശയങ്ങളും എഴുത്തുകളുമാണ് അവർ രൂപപ്പെടുത്തുന്നതെന്നും എസ്.എസ്.എഫ്. കുറ്റപ്പെടുത്തുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഈ ആശയത്തെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ നേർചിത്രമാണ് കേരളത്തിൽ സമീപകാലത്ത് നടന്ന ചില പ്രതിഷേധങ്ങളിൽ പോലും അതിതീവ്ര ആശയങ്ങളുടെ വക്താക്കളായിരുന്ന ആളുകളുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചതെന്നും എസ്.എസ്.എഫ്. പറയുന്നു. ഒരേസമയം മതവിശ്വാസികൾക്കും ജനാധിപത്യ സംവിധാനത്തിനും വെല്ലുവിളിയാകുന്ന ഒരു ആശയത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വിജയത്തിനു വേണ്ടി കൂട്ടുപിടിക്കുന്നത് ശരിയല്ലെന്നും എസ്.എസ്.എഫ്. പറയുന്നുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉറപ്പാക്കിയ UDF-ഉം PDP-യുടെ പിന്തുണ ഉറപ്പാക്കിയ LDF-ഉം കടുത്ത വിമർശനമാണ് നേരിടുന്നത്. ജനം, കോഴിക്കോട്.
നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുകയെന്നാണ് സൂചന. അതേസമയം QR കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം നേരിടുന്ന 3 വനിതാ ജീവനക്കാർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് കഴിഞ്ഞ ദിവസമാണ്. നിലവിൽ പരാതി നൽകിയ വനിതാ ജീവനക്കാർ ഒളിവിൽ പോയ സാഹചര്യത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. ദിയ കൃഷ്ണയുടെ OBOC എന്ന സ്ഥാപനത്തിൽ വനിതാ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 10 മാസത്തിനിടെ ഇവരുടെ UPI ബാങ്ക് ഇടപാടുകളിൽ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തലുണ്ടായി. ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇതിനിടെ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലായതോടെ വനിതാ ജീവനക്കാർ അഭിഭാഷകൻ മുഖേന മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. അപേക്ഷ നിലവിൽ പരിഗണിച്ചിട്ടില്ല. കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതോടെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുകയെന്നാണ് സൂചന. അതേസമയം QR കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം നേരിടുന്ന 3 വനിതാ ജീവനക്കാർ ഇപ്പോഴും ഒളിവിലാണ്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്താൽ ഉടൻ നിർണായക നടപടികൾ ഉണ്ടാകും. കൂടാതെ ദിയ കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 18ലേക്ക് മാറ്റിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് കൃത്യമായ രേഖകൾ കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ അലൈൻമെന്റിൽ അശാസ്ത്രീയതയുണ്ടെന്ന് BJP. നഗരത്തിലെ പ്രധാന വഴിയായ MG റോഡിനെ ഉൾപ്പെടുത്താതെ അലൈൻമെന്റ് രൂപീകരിക്കുന്നതിനെതിരെയാണ് വിമർശനം. സെക്രട്ടേറിയറ്റും AGS ഓഫീസും ആയുർവേദ കോളേജും സ്ഥിതി ചെയ്യുന്ന പ്രധാന വീഥിയെ ഉൾപ്പെടുത്താതെയാണ് അലൈൻമെന്റ് ചർച്ച ചെയ്യുന്നതെന്നാണ് ആരോപണം. അലൈൻമെന്റ് പുനഃപരിശോധിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ജനം TVയോട് പറഞ്ഞു. തലസ്ഥാനത്ത് ആരംഭിക്കാനിരിക്കുന്ന ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭഘട്ട അലൈൻമെന്റിൽ അപാകതയുണ്ടെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. സെക്രട്ടേറിയറ്റും AGS ഓഫീസും GPOയും ആയുർവേദ കോളേജും സ്ഥിതി ചെയ്യുന്ന പ്രധാന വീതിയായ MG റോഡിനെ ഒഴിവാക്കിയാണ് നിലവിലെ അലൈൻമെന്റ് ചർച്ചകൾ നടക്കുന്നതെന്നും ഇത് അശാസ്ത്രീയമെന്നുമാണ് BJPയുടെ നിലപാട്. MG റോഡിനെ ഒഴിവാക്കി പദ്ധതി നടപ്പിലാക്കിയാൽ അത് നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്നും BJP വിമർശിക്കുന്നു. അലൈൻമെന്റ് പുനഃപരിശോധിക്കുന്ന സമയത്ത് നഗരഹൃദയത്തിലെ പ്രധാന ഭാഗമായിട്ടുള്ള MG റോഡിലെ പാളയം വഴി സെക്രട്ടേറിയറ്റ്, അതോടൊപ്പം തന്നെ AGS ഓഫീസ്, സെക്രട്ടേറിയറ്റ്, GPO, ആയുർവേദ കോളേജ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം ഉൾപ്പെടുന്ന ഒരു അലൈൻമെൻറ്റ് വരണമെന്നാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള അലൈൻമെൻറ്റ് പുനഃപരിശോധന വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള അലൈൻമെൻറ്റിന് സാധ്യത ഉണ്ടാക്കി അത് പുനഃപരിശോധിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അത്രയേറെ ജനത്തിരക്കുള്ളതും തലസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രവുമായ MG റോഡിനെ ഉൾപ്പെടുത്താത്തത് കഴിഞ്ഞ ദിവസം ശശി തരൂർ MPയും ചൂണ്ടിക്കാട്ടിയിരുന്നു. പൂർണ്ണമായ രീതിയിൽ GPR പൂർത്തിയാകുമ്പോൾ അതിൽ MG റോഡും ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധം ശക്തമാകുമെന്നും BJP അറിയിച്ചു. ജനം, തിരുവനന്തപുരം. ഒരിടവേള കൂടി.
പശ്ചിമേഷ്യ സംഘർഷ സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എയ്റോസ്പേസ് സേനാ വിഭാഗം കമാൻഡർ കൊല്ലപ്പെട്ടു. അമീർ അലി ഹാജിസാദയാണ് കൊല്ലപ്പെട്ടത്. ടെലവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായാണ് വിവരം. ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റു. രാജ്യത്തെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇന്നലെ തന്നെ ഇസ്രായേൽ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ജോർദാൻ താഴ്വരയിൽ സൈനിക വിന്യാസം ഇസ്രായേൽ ആരംഭിച്ചു. ഇസ്രായേൽ സിറിയ ജോർദാൻ അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുകയാണ് ദൗത്യം. ഇറാന് കനത്ത പ്രഹരമാണ് ഇസ്രായേൽ നൽകിയത്. ആണവായുധ ശക്തിയായി വ്യാപിക്കുന്നതിനുള്ളതിന് മുൻപ് തന്നെ കൃത്യമായി ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇസ്രായേലിന്റെ കനത്ത പ്രഹരത്തെ തുടർന്ന് ഇറാൻ പതറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, സൈനിക മേധാവിയെ അടക്കമാണ് ഇസ്രായേൽ വകവരുത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നീക്കമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തിരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ഒരു പ്രത്യാക്രമണവും ഉണ്ടായി. പക്ഷേ അത് ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ ഉയർത്തുന്നുണ്ട്. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എയ്റോസ്പേസ് സേനാ വിഭാഗം കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അമീർ അലി ഹാജിസാദയാണ് കൊല്ലപ്പെട്ടത്. ടെലവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇറാന് കനത്ത പ്രഹരമാണ് ഇസ്രായേൽ നൽകിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാൻ ഇപ്പോൾ നിലവിൽ പ്രത്യാക്രമണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ആക്രമണമല്ലേ, ആക്രമണ പരമ്പര തന്നെയല്ലേ ആണവായുധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത്? തീർച്ചയായും രോഹിണി, ആണവായുധ കേന്ദ്രങ്ങളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണം, അതിശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നടന്നത്. അതായത് അവരുടെ കേന്ദ്രങ്ങളിൽ കയറി, അതായത് അവരുടെ സപ്ലൈ ചെയിനുകളിൽ, ആണവ സപ്ലൈ ചെയിനുകളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും നേരത്തെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. കൃത്യമായി എത്ര ബോംബുകൾ തയ്യാറാക്കി, ആറ്റം ബോംബുകൾ തയ്യാറാക്കി ഇറാൻ എന്ന് വളരെ കൃത്യമായ കണക്കുകൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി അത് ഔദ്യോഗികമായി തന്നെ ഇന്നലെ മാധ്യമങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. 9 ആറ്റം ബോംബുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ. അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നൊരു സാഹചര്യം ഇന്നലെ നമ്മൾ കേട്ടതാണ്. ഇന്ന് വീണ്ടും അതിശക്തമായ അത്തരം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ്, ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ടുനിന്ന വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, മറ്റ് ചില അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നത്, ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ എയ്റോസ്പേസ് സേനാ വിഭാഗം, അതായത് ഈ ഡ്രോണുകളും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വാർഫെയറുള്ള ആ സംവിധാനത്തിൻ്റെ മേധാവിയായ അമീർ അലി ഹജ്സാദയും കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ മേധാവിയെ കൊല്ലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിരവധിയായ സംവിധാനങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു. ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഈ ലെബനനിലെ ലിറ്റാനി നദിക്കരയിലുള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന് വളരെ കൃത്യമായി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാന് വേണ്ടി പ്രത്യാക്രമണം നടത്താൻ തങ്ങളില്ല. മനസ്സിലാക്കേണ്ടത്, ഇറാൻ പ്രോക്സി യുദ്ധം നടത്തുന്നതിൻ്റെ ഏറ്റവും സുപ്രധാന ഘടകമായ ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ഇതിന് പ്രതികാരം ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്ര കണ്ട് ശക്തമായ പ്രതിരോധമാണ് ഇസ്രായേൽ തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ സ്വാഭാവികമായും കർശനമായ നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങിയത് ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗത്തിലെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇറാൻ്റെ ആവശ്യപ്രകാരമാണ് ചർച്ച നടന്നത് എങ്കിൽ കൂടി കാര്യമായ ഇടപെടൽ നടത്താൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അത് വായിച്ചെടുക്കുമ്പോൾ, വരികൾക്കിടയിലൂടെ അവരുടെ പത്രപ്രസ്താവന വായിക്കുമ്പോൾ, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പത്രപ്രസ്താവന വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കണം, സമാധാനത്തിലേക്ക് നീങ്ങണം, നയതന്ത്ര തലത്തിൽ ചർച്ചകൾ ചെയ്യണമെന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഭീകരവിരുദ്ധമായ നിലപാട് ശക്തമായി സ്വീകരിക്കുകയും ആണവ നിർവ്യാപനത്തിന് വേണ്ടി ഉറച്ച നിലപാട് എടുക്കുകയും ചെയ്യുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ ആണവ വ്യാപനം നടത്താനുള്ള അല്ലെങ്കിൽ ആണവായുധം സജ്ജീകരിക്കാനുള്ള ഇറാൻ്റെ നീക്കത്തിനെതിരെ കൃത്യമായ നിലപാട് ഇന്നലെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി കമ്മീഷനും ഉൾപ്പെടെ എടുത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആണവ ആയുധവൽക്കരണത്തെ എതിർക്കുന്ന ഒരു UN-ൻ്റെ നിലപാട് ആ മറുപടിയിൽ അല്ലെങ്കിൽ ആ നിലപാടിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് നിഴലിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറാൻ അനുകൂലമായൊരു നിലപാട് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല, പ്രത്യേകിച്ച് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം തങ്ങൾ സ്വന്തം രാജ്യങ്ങളിൽ റിസ്ക് ആകാനുള്ള സാധ്യത, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമകാരികൾ മറ്റു രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേലിനെ
പ്രതിരോധിക്കാനുള്ള ഇറാന് വേണ്ടി ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് വലിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭ്യമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ, അതായത് ഫ്രഞ്ച് പ്രതിരോധ കൗൺസിൽ, അതായത് ആഭ്യന്തര സുരക്ഷയും പ്രതിരോധവും സംബന്ധിച്ച ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ കൗൺസിലിൻ്റെ യോഗം വിളിച്ചിരിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ ആശങ്കാജനകമാണ് ഈ സംഭവമെന്നും ഉർസുല വോൺ ഡെർ, അതായത് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടെ നിലപാടുകളും പുറത്തു വന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ആക്രമണത്തെ എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നേരിട്ട് പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ കൂടി ഇറാൻ്റെ ഈ ആണവ ആയുധ ശേഖരം നടത്താനുള്ള, ആണവായുധ ശേഖരം സ്വരൂപിക്കാനുള്ള നീക്കത്തെ കർശനമായി എതിർക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെയാണല്ലോ ഐസൻ ഇസ്രായേലിനുള്ള പിന്തുണ പല ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തെ നമുക്ക് എങ്ങനെ കാണാം? പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരമൊരു ആക്രമണത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വ്യക്തമായും തന്നെ ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു ലോകരാഷ്ട്രങ്ങളോട്. ഇറാൻ ഇതുവഴി നേരിട്ട പ്രത്യാഘാതങ്ങൾ, ഇറാൻ എന്തുമാത്രം തകർച്ചയാണ് ഉണ്ടായത് എന്നുള്ളത് കൂടി നമുക്ക് വിലയിരുത്താം. തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ്. ഇറാൻ്റെ അധികാര സ്ഥാനത്തുള്ള പലരെയും കൊലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്നതാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ മേലധികാരിയെ കൊലപ്പെടുത്തിയതും, അതുപോലെ 4ഓളം സൈനിക തലപ്പത്തിരിക്കുന്ന ഉന്നതാധികാരികളെയാണ് കൊലപ്പെടുത്തിയത്. ഇന്ന് അതിൻ്റെ ഒരു ഡെപ്യൂട്ടി കമാൻഡർ എന്നൊക്കെ പറയാവുന്ന എയറോസ്പേസ് കമാൻഡറെ കൊലപ്പെടുത്തിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ സൈനിക മേധാവികളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ മേധാവികളെയോ ഒന്നൊന്നായി, അതുപോലെ ആണവായുധ സംവിധാനങ്ങളുടെ മേധാവിയെ കൊന്നൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നീക്കങ്ങൾ, ഇതിന് പിന്നിലുള്ള ഇറാൻ്റെ സൈനിക ആണവ സംവിധാനത്തിന് പിന്നിലുള്ള ബ്രെയിനുകളെ, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന ആ മാസ്റ്റർ ബ്രെയിനുകളെ മുഴുവൻ അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നതോടുകൂടി ഇറാനെ സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥ, തങ്ങളുടെ ആണവായുധങ്ങൾ പോലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നതാണ് കൃത്യമായ ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വലിയ തോതിലുള്ള ആക്രമണം, അതായത് ആണവ കേന്ദ്രങ്ങളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 9ഓളം ആറ്റം ബോംബുകൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയത് അതിൻ്റെ അവസാന ജോലികൾ കൂടി ചെയ്തു തീർത്താൽ അത് പൂർണ്ണമായും ആറ്റം ബോംബുകളായി മാറുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ പ്രയോഗിച്ച അതിശക്തമായ ബോംബുകൾക്ക് സമാനമായ ബോംബുകൾ 9 എണ്ണം നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ പശ്ചിമേഷ്യയും മധ്യേഷ്യയും മുഴുവൻ തകർത്തെറിയാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുക്കിയ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ നിന്നും കൃത്യമായി ഇറാനെ പ്രതിരോധിക്കുന്നതിന് അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കാനും അതിന് സപ്ലൈ നടത്തുന്ന, അതായത് ഇത്തരം ബോംബുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ നിർമ്മാണത്തിന് ഒരുക്കങ്ങൾ നടത്തുന്ന മേഖലകളിലെല്ലാം തന്നെ തകർച്ച നേരിട്ടിരിക്കുകയാണ് ഇറാൻ. ശരി, ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ നടുങ്ങിയിരിക്കുകയാണ്. സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ. എന്തായാലും ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചുണ്ടായ പ്രത്യാക്രമണം അങ്ങേയറ്റം ഭീരുത്വം നിറഞ്ഞതായിരുന്നു. സാധാരണക്കാർക്ക് നേരെയാണ് മിസൈൽ വർഷം ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ വളരെ ജാഗ്രതയുമായി തന്നെയാണ് ഇസ്രായേൽ പോകുന്നത്. ജോർദാൻ താഴ്വരയിൽ സൈനിക വിന്യാസം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സിറിയ ജോർദാൻ അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. Thank you.